ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. വന്നു. അതായത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഒരു അവിശ്വാസി ചെന്ന് കയറുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത് എന്ന് ലോകത്തെ എല്ലായിടത്തും നമ്മൾ കാണുന്നു കേൾക്കുന്നത് തന്നെയാണ്. ഓക്കെ. അപ്പൊ അതേപോലെ ഇന്നലെ സംഭവിച്ചത് നമ്മൾ ഇത് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അതിന് മുന്നേ ആളുകൾക്കും മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകാതിരിക്കാൻ, ഇതുപോലെ വർഗീയ കോമരങ്ങളെ അധികാരത്തിലേക്ക് ഏറ്റുവിടാതിരിക്കാൻ നമ്മൾ ജനങ്ങൾ ഉണരേണ്ട സമയമായിരിക്കുന്നു. അപ്പൊ ഈ 100 പേരെയൊക്കെ കാണിച്ച് അവർ പേടിപ്പിക്കാൻ ശ്രമിക്കുമായിരിക്കും. പക്ഷെ 100 പേരല്ല, ഈ യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞ മനുഷ്യരെല്ലാം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഈ 100 പേരും 150 പേരെ കൊണ്ട് പേടിപ്പിക്കാനൊന്നും പിന്നീട് സാധിച്ചെന്ന് വരില്ല. മറ്റൊരു കാര്യം, ഇതൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഇത് അഫ്ഗാനിസ്ഥാനോ അല്ലെങ്കിൽ മറ്റൊരു ഇസ്ലാമിക രാജ്യമൊന്നുമല്ല. ഇവിടെ തീവ്രവാദ പ്രവർത്തനം കുറേയൊക്കെ നടത്താമെങ്കിലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ ചര്യകൾ ഈ മണ്ണിൽ എങ്ങനെയാണോ അവർ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് അത് ആർക്കും നല്ലതായിരിക്കില്ല. ക്രൈസ്തവർ ആശയം കൊണ്ട് തന്നെ ഇതിന് പ്രതിരോധം സൃഷ്ടിക്കുകയും ആളുകളെ ബോധവൽക്കരണം നടത്തുന്നത് തുടരുകയും ചെയ്യും. അതിന് ഒരു പിന്നോട്ടം പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട അവർ ഈ വക പേടിപ്പെടുത്തൽ കൊണ്ട് എന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. താങ്ക്സ്. മോഹൻദാസ് സാറേ കേൾക്കാവോ? വിഷയങ്ങൾ സാർ അറിഞ്ഞായിരുന്നോ? ഇല്ല, ഞാൻ അറിഞ്ഞില്ല. ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തു എന്നതിൻ്റെ പേരിൽ തൊടുപുഴയിൽ നിന്ന് ഇടുക്കിയിലേക്ക് യാത്ര ചെയ്ത നമ്മുടെ ഒരു സഹോദരനെ തൊടുപുഴയ്ക്ക് അടുത്ത് വെച്ച് 150ഓളം പേര് ബസ് തടഞ്ഞു നിർത്തി 2 മക്കളുടെ നടുവിലിട്ട് അദ്ദേഹത്തെ മൃഗീയമായിട്ട് പീഡിപ്പിച്ചു, ശാരീരികമായിട്ട് ഉപദ്രവിച്ചു. അദ്ദേഹം ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാണ്. അദ്ദേഹത്തിൻ്റെ പേര് മനോജ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ വിഷയമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച നടത്തുന്നത്. സാറിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. അതൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇതിനത്ര ഒന്നും മറ്റു ചില സംഭവങ്ങളും ഉണ്ടാവും. ഇപ്പം ഞാൻ ക്ലബ് ഹൗസിൽ പങ്കെടുക്കുമ്പോൾ പൊതുവെ പെരുമാറ്റം ഇവരുടെ കാണുമ്പോൾ ഇനി അടുത്തത് വരാൻ പോകുന്നത് മിക്കവാറും ഒരു ക്രിസ്ത്യൻ പള്ളിയെ ഹിന്ദുക്കൾ ആക്രമിച്ചു അല്ലെങ്കിൽ RSSകാർ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഒരു വാർത്ത സൃഷ്ടിക്കലായിരിക്കും. അതെന്തെങ്കിലും ചെയ്യും. രാത്രിയിൽ പോയിട്ട് ഒരു കുരിശടി അടിച്ചു പൊട്ടിക്കുക, എന്നിട്ട് അവിടെ ഒരു കാവിക്കൊടി ഇടുക, അല്ലെങ്കിൽ ഒരു ജയ് ശ്രീറാം എഴുതി വയ്ക്കുക. ഈ ഏർപ്പാടായിരിക്കും അടുത്തത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ എല്ലാവിധ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. അനാവശ്യമായിട്ട് പ്രകോപിപ്പിക്കുക, വഴക്കുണ്ടാക്കിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇന്നലെ എന്നെ കൺഫ്രണ്ട് ചെയ്ത പ്രധാനപ്പെട്ട ചോദ്യം ക്ലബ് ഹൗസിലെ വലിയ മഹാരഥന്മാരായ ഇടതുപക്ഷക്കാരനോട് ചോദിച്ചത്, ഏതോ ചർച്ചയിൽ അനിൽ കൊടിത്തോട്ടം പറഞ്ഞു കേരളത്തിലെ ഈഴവർ ഹിന്ദുക്കളായിരുന്നില്ല എന്ന് പറഞ്ഞു. മോഹൻദാസ് അത് മിണ്ടാതിരുന്ന് കേട്ടത് എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായാലും കേരളത്തിലെ ഈഴവരെ ചൊല്ലി ഒരു ചർച്ച ഞാനും അനിൽ കൊടിത്തോട്ടവും തമ്മിൽ ഉണ്ടായിട്ടില്ല. ഈ ചർച്ചയിൽ ആനുഷംഗികമായിട്ട് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കയറി പിടിച്ച് തർക്കിക്കുന്നത് എൻ്റെ ഒരു പ്രകൃതവുമല്ല. പക്ഷെ ഈ ചോദ്യം എന്നോട് ചോദിച്ചപ്പോൾ അതിൻ്റെ പുറകിലത്തെ ആ ചോദ്യം ഉത്ഭവിക്കുന്ന ഒരു പരിസരം ഉണ്ടല്ലോ. അതായത്, യു ആർ ഫ്രണ്ട്ലി വിത്ത് അനിൽ കൊടിത്തോട്ടം, വൈ? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തെയാണ് വളച്ചു കെട്ടി ഈ ചോദ്യമാക്കി മാറ്റുന്നത്. സോ ദേ ഡോണ്ട് ലൈക്ക് ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ക്രിസ്ത്യൻസ് ആൻഡ് ഹിന്ദുസ്. എനിക്ക് അത്ഭുതം തോന്നുന്നു, 2 സൊസൈറ്റികൾ തമ്മിൽ അടുക്കുന്നു, വഴക്കില്ലാതെ ഇരിക്കുന്നു. അതല്ലേ വേണ്ടത്? അതിൽ തെറ്റെന്താ? അതിൽ ഫിഷേഴ്സ് ഉണ്ടാക്കാനായിട്ട് നിരന്തരം ശ്രമിക്കുക. മോഹൻദാസ് ഇത് പറഞ്ഞപ്പോൾ അനിൽ കൊടിത്തോട്ടം മിണ്ടാതിരുന്നു, അനിൽ കൊടിത്തോട്ടം പറഞ്ഞപ്പോൾ മോഹൻദാസ് മിണ്ടാതിരുന്നു. ഞാൻ ആവർത്തിച്ചു പറഞ്ഞു, ഞാൻ ആളുകളുടെ ഇടയിൽ കയറി സംസാരിക്കുന്ന പ്രകൃതക്കാരനല്ല. ഞാൻ സംസാരിക്കുമ്പോൾ ആരെങ്കിലും ഇടയിൽ കയറി കഴിഞ്ഞാൽ ഞാൻ സൈലന്റ് ആവുകയാണ് പതിവ്. എനിക്കങ്ങനെ ക്ലബ് ഹൗസിൽ ആരെങ്കിലും തർക്കിച്ച് തോൽപ്പിക്കണം എന്നുള്ള വാശിയൊന്നുമില്ല. എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴും എന്നുള്ള തോന്നൽ എനിക്കില്ല.
ടി ജി മോഹൻദാസ് ഉത്തരമില്ലാതെ ഭയന്നു പോയി ഇറങ്ങിപ്പോയി എന്നൊക്കെ ആരെങ്കിലും പ്രചരിപ്പിക്കുന്നതിൽ എനിക്കൊട്ടും പരിഭ്രമവുമില്ല. അതിനൊന്നും മറുപടി കൊടുക്കാൻ ഞാൻ പോകാറില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അനിൽ കൊടിത്തോട്ടമല്ല വേറെ ആരെങ്കിലും ആണെങ്കിലും അങ്ങേര് സംസാരിക്കുന്നതിന് ഇടയ്ക്ക് ഞാൻ കയറുകയില്ല. അതാരും ആയിക്കോട്ടെ, പറയുന്നത് എന്തും ആയിക്കോട്ടെ. അതുപോലെ അദ്ദേഹം പറയുന്നത് മുഴുവൻ കൗണ്ടർ ചെയ്തേ തീരൂ എന്നുള്ള വാശിയും എനിക്കില്ല. ചർച്ചയിലൊരു വിഷയമുണ്ട്, ആ വിഷയത്തിൽ കഴിവതും ഞാനും ചിലപ്പോഴൊക്കെ കാട് കയറി പോകാറുണ്ട്, മനുഷ്യനല്ലേ, സംസാരിച്ച് അങ്ങനെ ചിലപ്പോൾ പോയി എന്ന് വരും. അങ്ങനെ സംഭവിക്കും എന്നുള്ളതല്ലാതെ മനഃപൂർവ്വം ഞാൻ വിഷയം ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കാറില്ല. ഈ വിഷയം ഡൈവേർട്ട് ചെയ്യുക എന്നുള്ള തന്ത്രം മെല്ലെ മെല്ലെ പരാജയപ്പെടുന്നത് കൊണ്ട് ഇത് റോഡിലേക്ക് ഇറങ്ങും. ഏതെങ്കിലും ക്രിസ്ത്യൻ സ്ഥാപനത്തിന് നേർക്ക് കല്ലേറുണ്ടാകും. അത് RSSന്റെ തലയിൽ വയ്ക്കുകയും അങ്ങനെ ഒരു സാമൂഹ്യ പ്രശ്നം അല്ലെങ്കിൽ സാമുദായിക പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാനും ശ്രമമുണ്ടാകും. അതിന്റെ മറവിൽ ജിഹാദികളുടെ ആക്രമണം വേറെയും നടക്കും. ഈ രണ്ട് സമുദായങ്ങളുടെ നേർക്ക്, ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങളിലെ സാധാരണ ആളുകളുടെ നേർക്കായിരിക്കും നടക്കുക. കാരണം വലിയ നേതാക്കന്മാരെയൊക്കെ ആക്രമിച്ചു കഴിഞ്ഞാൽ വാർത്താ പ്രശ്നമൊക്കെ ആവും, വലിയ കുപ്രശസ്തി കിട്ടും, അത് ദോഷം ചെയ്യും. അതുകൊണ്ട് ചെറിയ ചെറിയ മനുഷ്യരെ, ഇപ്പൊ ഇന്നലെ തൊടുപുഴയിൽ ആക്രമിക്കപ്പെട്ട മനോജ് അങ്ങനെ അറിയപ്പെടുന്ന ഒരു നേതാവോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫിഗറോ അല്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ വാർത്ത വരില്ല. അദ്ദേഹത്തിന് തല്ല് കിട്ടിയ ആ കുടുംബം സഹിച്ചോളണം, ആരും അറിയില്ല, പോലീസ് പോലും തിരിഞ്ഞു നോക്കില്ല, തിരിഞ്ഞു നോക്കിയാൽ തന്നെ നടപടി ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെയുള്ള ടെക്നിക്സിന്റെ കാലം തുടങ്ങിക്കഴിഞ്ഞു. അതായത് ക്ലബ് ഹൗസിൽ നിന്ന് പ്രശ്നം തെരുവിലേക്ക് മെല്ലെ ഇറങ്ങി തുടങ്ങുകയാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് പെരുമാറണം, ജീവിക്കണം എന്ന് തോന്നുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു മോഹൻദാസ് സാറേ. റോക്കി എന്തോ വിളങ്ങി ചെയ്യുന്നു, പുള്ളി പറഞ്ഞ കേൾക്കാൻ. ഓക്കെ, എന്നാൽ റോക്കി സംസാരിക്കും. റോക്കി ബദൽ. എനിക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്നത്തെ നമ്മുടെ സംഭവം കേരളത്തിലുണ്ടായത്, അത് ഇനി വരാനിരിക്കുന്ന ഒരു വലിയൊരു വിപത്തിന്റെ ഒരു സൂചനയാണ്. അത് നമ്മളെല്ലാരും കാത്തിരിക്കണം. ഇന്നലെ പാകിസ്ഥാനിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാല്, ശ്രീലങ്കയിലുള്ള ഒരു ശ്രീലങ്കക്കാരനെ അവിടുന്ന് ഒരു മാനേജറായിട്ട് ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന ഒരാളെ ബ്ലാസ്മി പേരിൽ ജനക്കൂട്ടം മോബ് ലിഞ്ചിങ് വഴി വലിച്ചിട്ട് തീയിട്ട് കൊളുത്തി കൊന്നു കളഞ്ഞു. അതൊന്നും നമുക്ക് ഇവിടെ മാധ്യമങ്ങളിലൊന്നും വാർത്തയല്ല. നോർത്ത് ഇന്ത്യൻ സൈഡിലെ വലിയ ഇന്ത്യൻ മാധ്യമങ്ങളിലൊക്കെ വാർത്തയായിരുന്നു. ഞാൻ കേരളത്തിലൊന്നും കണ്ടില്ല, നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൊന്നും കണ്ടില്ല. അവർക്ക് ഗാസയിൽ ആരെങ്കിലും ചത്തു കഴിഞ്ഞാൽ ഓക്കെ, അതൊക്കെ വലിയ മാധ്യമ വാർത്തകളായിരിക്കും. പിന്നെ കഴിഞ്ഞ വർഷം ബാംഗ്ലൂരുണ്ടായ കലാപം നമ്മളൊക്കെ മറന്നുപോയി. അതെന്തായിരുന്നു? അത് ഇതുപോലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിലാണ് ബാംഗ്ലൂരിൽ വലിയൊരു അക്രമം നടന്നത്. എത്ര സ്ഥാപനങ്ങൾ, എത്ര ഇതൊക്കെ ഈ ജിഹാദികൾ നശിപ്പിച്ചു. ഇതെല്ലാം നമ്മൾ മറന്നു പോകുന്നുണ്ട്. നമ്മൾ മറന്നുപോയിട്ട് വീണ്ടും. പക്ഷെ നമ്മുടെ കേരളം ഒരു പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു അഗ്നിപർവ്വത സ്ഫോടനമെന്ന് ഞാൻ ഇപ്പോഴേ പറയുകയാണ്. എപ്പം വേണേലും പൊട്ടാം. ഞാൻ കഴിഞ്ഞ വർഷം ഈ ശ്രീലങ്കയിലെ പള്ളിയിലെ ബോംബാക്രമണം ഉണ്ടായ സമയത്ത് എന്റെ പള്ളിക്കാരോടും എന്റെ ആൾക്കാരോടൊക്കെ ഞാൻ നേരത്തെ വിളിച്ചു പറഞ്ഞു. അവരോടൊക്കെ പറഞ്ഞു, നമ്മുടെ നാട്ടില് ചുറ്റുമുള്ള ആൾക്കാരുടെയും ഒരു പരിസ്ഥിതിയൊക്കെ നിരീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ പള്ളിയിലേക്ക് വരുന്ന ആൾക്കാർ ആരൊക്കെയാണോ അവരെ എല്ലാം വാച്ച് ചെയ്യണം. നമ്മുടെ പള്ളിക്കൊക്കെ ഓരോ പ്രൊട്ടക്ഷൻ കൊടുക്കണം. എപ്പോ വേണേലും നമ്മുടെ പള്ളിയില്, കേരളത്തില് വലിയൊരു ബോംബ് സ്ഫോടനമോ വലിയൊരു ടെററിസ്റ്റ് അറ്റാക്കോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ലോകത്തിൽ എവിടെയെങ്കിലും ഒരു ബോംബ് സ്ഫോടനമോ ടെററിസ്റ്റ് അറ്റാക്കോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ലിംഗം വരുന്നത് നമ്മുടെ നാട്ടിലേക്ക് തന്നെയാണ്. അത് നമ്മൾ പാസ്റ്റിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ പറയാണ്, നമ്മളെല്ലാം അലർട്ടായിട്ടിരിക്കണം. അത്ര എനിക്ക് പറയാനുള്ളൂ. ബാക്കി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, താങ്ക് യു ബ്രദറെ. ഇത് ഇന്നത്തെ ദീപിക ന്യൂസ് പേപ്പറിനകത്ത് വന്നിരിക്കുന്നത് 2 ന്യൂസാണുള്ളത്. ഇവിടെ ഈ കേരളത്തിൽ നടന്നതിനോട് സമമായിട്ടുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ റോക്കി ബ്രദർ സംസാരിച്ചിരുന്നു, അതായത് പാകിസ്ഥാനിൽ ആരംഭിച്ച ശ്രീലങ്കൻ പൗരനെ ചുട്ടരിച്ചു കൊന്നുകളഞ്ഞു. അതുപോലെ തന്നെ നൈജീരിയയിൽ നടന്ന മറ്റൊരു സംഭവമാണ്. അവിടുത്തെ ഫുലാനി ഗോത്രവർഗ്ഗക്കാരായവർ
വന്നിട്ട് അവരൊരു സംഘടന കൂടി ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നു. ക്രിസ്ത്യൻ ചർച്ചുകൾ 3 വർഷത്തേക്ക് അടച്ചിട്ടോണം, അല്ലെങ്കിൽ ഞങ്ങളത് കത്തിച്ചു കളയുമെന്ന് പറഞ്ഞിട്ട്. ഈ ഫുലാനികൾ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങിയിട്ട് 10-15 വർഷമായി ആധിപത്യം സ്ഥാപിക്കാൻ. അവിടെ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അവിടുത്തെ ജനത്തെ കൊന്നൊടുക്കുകയാണ്. ഇതാ പുതിയ സർക്കുലറാണ്. ഇനിയും ചർച്ച് ബിൽഡിങ്ങുകളെല്ലാം അടച്ചോണം, നിങ്ങൾ പള്ളിയിൽ പോകരുത്, വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്നോളൂ എന്നുള്ള രീതിയിലായി കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മുടെ നാട്ടിലും വരുന്നതിൻ്റെ വലിയ സൂചനയാണ് ഇവിടെ വരുന്നത്. എന്തായാലും നമ്മുടെ എന്തുകൊണ്ട് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നതിൻ്റെ നമുക്ക് നമ്മുടെ വിഷയം ഒന്ന് കേൾക്കാം. ചാക്കോ പാസ്റ്ററെ കേൾക്കാമോ? കേൾക്കാം. ജസ്റ്റ് ഒന്ന് വിഷയം അവതരിപ്പിക്കും, എന്തുകൊണ്ട് ഇവരിങ്ങനെ ചെയ്യുന്നു. ഓക്കെ 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 പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട മനോജിനുണ്ടായ അകാരണമായ ആക്രമണത്തിൽ നമുക്ക് പ്രയാസമുണ്ട്, ദുഃഖമുണ്ട്. ഇത് നമ്മുടെ സുഹൃത്തുക്കൾ പലരും പറഞ്ഞ പോലെ തന്നെ ഇതെന്തോ ഒരു മഹാസംഭവത്തിന്റെ മുന്നോടിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മളിത് വാസ്തവത്തിൽ ഒരു സമകാലിക വിഷയമായിട്ടോ അല്ലെങ്കിൽ സാധാരണയായി ഉണ്ടാകുന്ന ഒരു സംഭവമായിട്ടോ ഇതിനെ നമ്മൾക്ക് വിലയിരുത്താൻ പറ്റത്തില്ല. ഇത് വിഷയം പ്രത്യയശാസ്ത്രപരമാണ്. അതായത് പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരത്തിന്റെ പരിണിത ഫലം എന്ന നിലയിലുള്ള അറ്റാക്ക് അല്ലിത്, മറിച്ച് ഇത് പ്രത്യയശാസ്ത്രമാണ് ഇതിന്റെ പിന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളതായ അറ്റാക്കുകൾ ഉണ്ടാകുന്നത്. ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ചാൽ മുഹമ്മദിന്റെ കാലത്ത് തന്നെ എതിർ ദിശയിൽ നിൽക്കുന്ന ആശയ പോരാളികളെ ജീവനോടെ വെച്ചിരുന്നില്ല. അതായത് മുഹമ്മദ് കൊണ്ടുവന്നതായ ഇസ്ലാം മത സംഹിതയ്ക്കെതിരായിട്ട് ആ സംഹിതയ്ക്ക് എതിരായി നിന്നതായ ആശയ പ്രചരണക്കാരെ ആരെയും മുഹമ്മദ് ജീവിക്കാൻ അനുവദിച്ചില്ല എന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ അവർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് പ്രവാചകത്വവുമായി രംഗത്ത് വന്നപ്പോൾ തന്നെ അതേ നിലയിൽ വന്ന 2 പേരുണ്ടായിരുന്നു. ഒന്ന് അസ്വദുൽ അൻസി എന്ന് പറയുന്ന ഒരു വ്യക്തി, മറ്റൊരാൾ മുസലിമത്ത് എന്ന് പറയുന്ന ഒരാളാണ്. ഇവർ 2 പേരും പറഞ്ഞത് ഇതാണ്: ഞങ്ങൾക്കും മുഹമ്മദെ താങ്കൾ പറയുന്നത് പോലെയുള്ളതായ ആയത്തുകൾ പറയാൻ അറിയാം, താങ്കൾ പറയുന്ന പൂർവികരുടെ കെട്ടുകഥയാണ്, ഞങ്ങൾക്കും അങ്ങനെ ഇറക്കാൻ അറിയാമെന്നുള്ളതായ ഒരു വിഷയമാണ് അവർ മുന്നോട്ട് വെച്ചത്. ഒരു പക്ഷേ അവർക്കവിടെ നിൽക്കുവാനുള്ളതായ ത്രാണി ഉണ്ടായിരുന്നെങ്കിൽ, അവരെ അവിടെ നിലനിർത്തിയിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഇന്നത്തെ ഇസ്ലാമിക മതഗ്രന്ഥത്തെക്കാൾ മറ്റൊരു ഗ്രന്ഥങ്ങൾ അവിടെ ഇറങ്ങിപ്പോയേനെ. പക്ഷെ മുഹമ്മദ് അനുവദിച്ചില്ല. അവർ 2 പേരെയും തട്ടുകയായിരുന്നു മുഹമ്മദ്. ഒരാളെ മുഹമ്മദിന്റെ ജീവിതകാലത്ത് തന്നെ ആളിനെ പറഞ്ഞുവിട്ട് കൊന്നപ്പോൾ മറ്റൊരാളെ അബൂബക്കറാണ് കൊല്ലുന്നത്. അപ്പം ആശയത്തെ തകർക്കുക അല്ലെങ്കിൽ ആശയ പ്രചരണത്തെ, വിമർശകരെ ഇല്ലായ്മ ചെയ്യുക എന്നത് ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രത്തിൽപ്പെട്ടതാണ്. അവിടെ നിന്നാണ് ഇവരിത് ഫോളോ ചെയ്യുന്നത്. അല്ല നമുക്ക് ഇന്നത്തെ ഈ മനോജിനെ മർദ്ദിച്ചവരുടെ കുറ്റപ്പെടുത്താനായിട്ട് കഴിയത്തില്ല. അവർക്ക് പ്രചോദനം അതാണ്. അത് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ എത്ര കവികളുണ്ടായിരുന്നു. ഈ അറേബ്യൻ സംസ്കാരത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷയമുണ്ട് ഉടനെ അവര് കവിതാ സമാഹാരം രചിക്കും. കവിതകൾ രചിച്ച് കവിതകളായിരുന്നു അവർ പാടിക്കൊണ്ടിരുന്നത്. നിരവധി കവിതകൾ രചിച്ചവരെ മുഹമ്മദ് ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു പ്രധാനിയാണ് അഫ്ക് എന്ന് പറയുന്ന 120 വയസ്സുള്ള ഒരു യഹൂദൻ. അദ്ദേഹം മുഹമ്മദിനെതിരെ കവിതകൾ രചിച്ചു എന്നതായിരുന്നു ഒറ്റ കുറ്റം. 120 വയസ്സുണ്ട്, വൃദ്ധനാണ്, വന്യവയോധികനാണ്. മുഹമ്മദിനെ പ്രശംസിച്ചുകൊണ്ട് കവിതകൾ എഴുതിയവരെയൊക്കെ മുഹമ്മദ് സഹർഷം സ്വാഗതം ചെയ്തതായ നിരവധി ചരിത്രങ്ങൾ അപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ തന്നെ വിമർശിച്ചുകൊണ്ട് കവിതകൾ എഴുതിയവരെയൊക്കെ തന്നെ കശാപ്പിയായത്. അപ്പൊ ഈ 120 വയസ്സുള്ളത് അഫ് എന്ന് പറയുന്നതായ ഈ വന്യവയോധികനായ ഈ വൃദ്ധനായ വ്യക്തി മുഹമ്മദിനെതിരായിട്ട് കവിത രചിച്ചു എന്ന ഒരൊറ്റ കാരണം നിമിത്തം മുഹമ്മദ് പറഞ്ഞു അവൻ നമുക്ക് ഉപദ്രവകാരി, അവനെ കൊല്ലണമെന്ന് പറഞ്ഞു. സലീം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അതിന് തട്ടാനായിട്ട് പറഞ്ഞു വിട്ടത്. ഇങ്ങനെ ഈ യൂതന്റെ വീട് അന്വേഷിച്ച് ചെന്ന് കണ്ടെത്തിയപ്പോൾ ഈ വൃദ്ധനായ 120 വയസ്സുള്ള ഈ വൃദ്ധൻ അദ്ദേഹത്തിന്റെ കുടിലിന് മുൻവശത്ത് ഇങ്ങനെ രാത്രിയിൽ കിടന്നുറങ്ങുകയാണ്. ആ ഉറക്കത്തിൽ തന്നെ കഴുത്ത് വെട്ടുമാറ്റുക ചെയ്ത്. ഇതൊക്കെ ഇവരുടെ ഗ്രന്ഥത്തിൽ പറയുന്ന. നിങ്ങൾ ചിന്തിക്കൂ, ഇസ്ലാമിന്റെ ആവിർഭാവത്തിൽ തന്നെ എതിരായ ആശയങ്ങൾ പ്രകടിപ്പിച്ചവരെ ഉന്മൂലനം ചെയ്യുക ചെയ്തത്. ഇതൊക്കെ ഇവരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന. സംശയമുള്ളവർ ചോദിച്ചാൽ പിന്നീട് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അപ്പൊ അന്ന് മുതൽ തന്നെ എതിരാശയങ്ങളുമായി രംഗത്ത് വരുന്നവരെ അതേ നിലയിൽ ആശയ പ്രചരണത്തിലൂടെ നേരിടുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഉന്മൂലനം ചെയ്യുക എന്നത് ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രത്തിൽപ്പെട്ടതാണ്. അതിൽ നിന്നാണ് നമ്മുടെ യുവാക്കന്മാർക്ക് പ്രചോദനം ഉൾക്കൊള്ളുന്നത്. അപ്പം ഒരു മതത്തെ അല്ലെങ്കിൽ ഒരു മതസംഹിതയെ വിമർശിച്ചാൽ ഉടനെ
കഴുത്ത് വെട്ടുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് എത്രയോ ആളുകളാണ് കഴുത്ത് വെട്ടി കൊല്ലപ്പെടേണ്ടത്? നമുക്കറിയാം, ഈ MT വാസുദേവൻ നായരുടെ സംവിധാനത്തിൽ 1976 പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് നിർമാല്യം. അതിനകത്തൊരു വെളിച്ചപ്പാടിന്റെ ഭാര്യയൊക്കെ ഉണ്ട്. ആ ചിത്രം കണ്ടവർക്കറിയാം. മതത്തെയും മതപുരോഹിതന്മാരെയും അല്ലെങ്കിൽ മതത്തിന്റെ പൂജാരിയൊക്കെ കർശനമായിട്ട് അല്ലെങ്കിൽ കഠിനമായിട്ട് വിമർശിക്കുകയാണ് ആ ചിത്രത്തിലെ. അതെല്ലാം കണ്ടില്ലേ ഇവിടെ ആളുകള്? അങ്ങനെ അക്കണക്കിനാണെങ്കിൽ MT വാസുദേവൻ നായരുടെ ഒക്കെ തല പോകേണ്ടതല്ലേ? അങ്ങനെ എത്രയോ ചിത്രങ്ങൾ വന്നു, എത്രയോ കവിതകൾ, എത്രയോ രചനകൾ ഇവിടെ ഉണ്ടായി. ഇതൊക്കെ സഹിക്കാനും ഇതൊക്കെ ഉൾക്കൊള്ളുവാനുമുള്ളതായ ഒരു പിന്നെ മാനവിക ബോധമാണ് നമ്മുടെ മതത്തിൽ ഉണ്ടാകേണ്ടത്. പക്ഷെ അത് നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇസ്ലാമിന് അതില്ല, അവർ വെച്ച് വെറുപ്പിക്കത്തില്ല. അതിന്റെ തെളിവാണ് ഇന്നലെ പാകിസ്ഥാനിൽ നടന്നത്. എന്താ പാകിസ്ഥാൻ നടന്നത്? ദൈവനിന്ദ ആരോപിച്ച് ശ്രീലങ്കൻ വസ്ത്ര ഫാക്ടറി ജനറൽ മാനേജരെ തീവ്രവാദികൾ വട്ടം കൂടി നിന്ന് തല്ലിക്കൊന്നു. തല്ലിക്കൊല്ലുക മാത്രമല്ല, കത്തിച്ചു കളഞ്ഞ്. ഈ പഞ്ചാബ് പ്രവിശ്യയിൽ നടന്ന കാര്യമാണ്. ഇന്നലെ വെള്ളിയാഴ്ച, ഇന്നലത്തെ ദിവസം ഈ കൂട്ടം കൂടി തല്ലിക്കൊന്ന് തീ കത്തിച്ച് ചാരമായതിനു ശേഷം പോലീസ് അവിടെ വരുന്നത്. നോക്കിയേ. അപ്പം പഞ്ചാബ് പ്രവിശ്യയിൽ നടന്നതാണ്, പോലീസ് അവിടെ ഉണ്ട്. ഇതെല്ലാം പ്രത്യേക അജണ്ടയിൽപ്പെട്ടതാണ്. മതത്തെ നിന്ദിക്കാൻ പാടില്ല, പ്രവാചകനെ നിന്ദിക്കാൻ പാടില്ല, അവരെ ഒന്നും ചെയ്യാൻ പാടില്ല. അഥവാ എവിടെയെങ്കിലും വിമർശനത്തിന്റെ തല പൊക്കിയാൽ അവരെ എന്താണ് ചെയ്യേണ്ടത് തീർക്കുക എന്നതാണ് ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്. 2010 ജൂലൈ 14 തീയതിയാണ് TJ ജോസഫ് മാഷിന്റെ കൈവെട്ടുന്നത്. അദ്ദേഹത്തിന്റെ ചോദ്യപേപ്പറാണ് വിഷയം എന്ന് പറയുന്നത്. അതൊക്കെ വെറും നിസ്സാര കാര്യം. നമ്മൾ അതിനെക്കുറിച്ച് കേട്ടതാണ്. ആ കേസിന്റെ പര്യവസാനം നമ്മൾ കണ്ടതാണ്. അതിന്റെ ഭീകരത ഒന്ന് മനസ്സിലാക്കണമേ. ആ ന്യൂമാൻ കോളേജിലെ പ്രൊഫസറായി TJ ജോസഫിന്റെ കൈപ്പത്തി ഇസ്ലാമിക മതവെറിയന്മാർ വെട്ടിമാറ്റുക ചെയ്തത്. അതിനും പ്രചോദനം എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രമാണ്, മറ്റൊന്നുമല്ല. വലത് കൈ പോയിട്ടും ഇടയ്ക്കിടെ ബോധം വന്നും പോയും വരുന്ന ജോസഫ് അക്രമികളോട് അരുതേ എന്ന് യാചിച്ചു കൊണ്ടിരുന്നു. കേൾക്കാൻ കൂട്ടാക്കാത്ത അക്രമികളിൽ ഒരാൾ വലത് കാൽ ആഞ്ഞു വെട്ടി. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന അക്രമി അയാളെ കുറ്റപ്പെടുത്തി. അയാൾ പറഞ്ഞു തന്നെ, എടാ മറ്റേ കാലാണ് വെട്ടേണ്ടതെന്ന്. മനസ്സിലായോ? അതായത് വലത് കൈ വെട്ടിയാൽ പിന്നെ വലത് കാലല്ല വെട്ടേണ്ടത്, ഇടത് കാല് വെട്ടണം, എതിർ ദിശയിൽ നിന്ന് മുറിച്ച് മാറ്റണം. അപ്പൊ അവൻ പറയുക, കൂടെ നിന്ന് അക്രമി പറയുക, എടാ അതല്ല വെട്ടേണ്ടത്, മറുകാല് വെട്ടാൻ. അതെന്താ കാരണമേ? സൂറത്തുൽ മാഇദ 33-ാമത്തെ ആയത്താണ്. അവിടെ കൃത്യമായി പറയുന്നു, അള്ളാഹുവിനോടും അവന്റെ ദൂതരോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നെടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകാലുകൾ എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചു കളയപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ ചെയ്യേണ്ടതാകുന്നു. ഇതാകുന്നു അവർക്ക് ഇഹലോകത്തുള്ള അപമാനം, പരലോകത്ത് അവർക്ക് കനത്ത ശിക്ഷയുണ്ടായിരിക്കും. അപ്പൊ ഈ ആയത്തിന് പ്രചോദിപ്പിച്ചാണ് കൂടെ നിന്ന് അക്രമി കൈവെട്ടിയവനോട് പറഞ്ഞിട, വലത് കൈ നീ വെട്ടിയെങ്കിൽ വലത് കാലല്ല വെട്ടേണ്ടത്, വലത് കൈ വെട്ടിയാൽ ഇടത് കാലാണ്, എതിർ ദിശയിൽ നിന്ന് വെട്ടാനാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അവർ ചെയ്യുന്നതായി ഓരോ പ്രവൃത്തിക്കും ഓരോ ക്രിയകൾക്കും അവർക്ക് പ്രത്യയശാസ്ത്രമുണ്ട്, അവർക്ക് പ്രമാണമുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ളതായ ഹീനമായ നടപടികൾ മാനവികതയ്ക്ക് വിരുദ്ധമായ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പാടില്ലാത്തതായ, ഈ രാജ്യത്ത് സംഭവിക്കാൻ പാടില്ലാത്തതായ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ തീർച്ചയായിട്ടും പ്രതികരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം ഡൽഹി ബലാത്സംഗ കേസ്. ആ സംഭവം നടന്നതിന് ശേഷം ഇരയായ പെൺകുട്ടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്ന സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയുടെ രംഗത്ത് വരവോടുകൂടിയാണ് ആ വിഷയം അങ്ങ് പരന്നതും പിന്നീട് അതിനൊരു പരിസമാപ്തി ഉണ്ടായതും. അപ്പം ഞാൻ പറഞ്ഞത്, ഈ മുഖ്യധാരാ മാധ്യമങ്ങളും ചാനലുകാരും ഒക്കെ ഇത്തരത്തിലുള്ള വാർത്തകളെ തമസ്കരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഇത് ഏറ്റെടുത്തുകൊണ്ട് ഇതൊരു പ്രചാരണമാക്കണം. കാരണം ഇത് നമ്മുടെ ഭാരതമാണ്, ഇവിടെ ജനാധിപത്യമാണ്, ഇവിടെ മതേതര ബോധമുണ്ട്, മതബഹുലതയുള്ള രാജ്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ആശയ ആവിഷ്കാരത്തിന് പ്രകടിപ്പിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട്. ഒരാളൊരു ആശയം പ്രചരിപ്പിക്കുമ്പോൾ ആ ആശയത്തിനെ കണ്ണിച്ചുകൊണ്ട് മറ്റൊരാൾ പ്രചരിപ്പിച്ചാൽ തീർച്ചയായിട്ടും അയാൾക്ക് ആശയത്തെ കൊണ്ട് കണ്ണിക്കാം, അദ്ദേഹത്തിന് മറുപടി കൊടുക്കാം. അല്ലാതെ ചവിട്ടാനും തൊഴിക്കാനും കഴുത്ത് വെട്ടാനും പോവുക എന്ന് പറയുന്നത് പ്രാകൃത സംസ്കാരമാണ്. അത് സോമാലിയയിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും അറേബ്യൻ രാജ്യങ്ങളിലും ശരിയത്ത് നിയമങ്ങൾ നടക്കുന്ന ഇറാനെ പോലുള്ള രാജ്യങ്ങളിലുമാണ് അതൊക്കെ നടക്കേണ്ടത്. ഭാരതത്തിൽ അത് പാടില്ല. അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ നന്നായി പ്രചരണം നടത്തണം. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെയുള്ളതായ വിഷയങ്ങൾ ഇനിയും ഉണ്ടായാൽ അത് ചർച്ചയ്ക്ക് വെച്ച് ഇതിന്റെ മൂലകാരണം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. മൂലകാരണം കണ്ടുപിടിക്കാൻ പോയാൽ ഇസ്ലാമിക മതഗ്രന്ഥങ്ങളിൽ ചെന്നാണ് അവസാനിക്കുന്നത്. അത് സാധാരണക്കാരെ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട്. കാരണം ഇത് മതത്തിൽ നിന്ന് പുറപ്പെട്ടതാണ്. മുഹമ്മദിന്റെ കാലത്ത് തന്നെ ആയുധ പരിശീലനമൊക്കെ പള്ളിക്കകത്ത് വെച്ച് കൊടുത്ത പല സംഭവങ്ങളുണ്ട്. പല ഹദീസുകളിലും ആയുധ പരിശീലനം മുഹമ്മദ് പള്ളിക്കകത്ത് വെച്ച് നടത്തുന്നുണ്ട്. നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? ദേവാലയം എന്ന് പറഞ്ഞാൽ പവിത്രമാണ്. ഈ കഴിഞ്ഞ ദിവസം വഖഫ് ബോർഡിന്റെ ഒരു വിഷയം PSCക്ക് വിട്ടതായ വിഷയം വന്നപ്പോൾ ഇവിടെ ജഫ്രി തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്നത്തെ പത്രത്തിൽ കിടക്കുന്നത്.
പള്ളി പരിപാവനമാണ്, പള്ളി പവിത്രമാണ്, അവിടെ ബോധവൽക്കരണം പാടില്ല എന്ന്. പെട്ടെന്ന് എനിക്ക് മുഹമ്മദ് ആയുധ പരിശീലനം നടത്തിയ ഹദീസ് എന്റെ മനസ്സിലേക്ക് വന്നത്. മുഹമ്മദ് പറയുന്നത് കേൾക്കണോ? ബുഹാരി 278 ഐഷ ബീവി പറയുന്നു, ഒരു ദിവസം നബി എന്റെ മുറിയുടെ വാതിലിന്റെ മുമ്പിൽ നിന്നു. എത്യോപ്യക്കാർ പള്ളിയിൽ ആയുധാഭ്യാസ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. തിരുമേനി തട്ടവും കൊണ്ട് എന്നെ മറച്ചു. ഞാൻ അവരുടെ ആയുധാഭ്യാസ പ്രദർശനം നോക്കിക്കൊണ്ടിരുന്നു. കണ്ടോ, ജഫ്രി തങ്ങൾ പറയുകയാണ്, ഈ PSC നിയമനത്തെ സംബന്ധിച്ച് ബോധവൽക്കരണം പാടില്ല, പള്ളി പവിത്രമാണ്, പള്ളി പരിപാവനമാണ്. താങ്കൾ നബിയുടെ ചരിത്രം പരിശോധിക്കൂ. അപ്പം ആയുധ പരിശീലനം പള്ളിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ആയുധം വിതരണം ചെയ്തിട്ടുണ്ട്. അത് സഹീഹായ മുസ്ലിം 1816 ജാബിർ ഇബ്നു അബ്ദുല്ലയിൽ നിന്ന് പള്ളിയിൽ വെച്ച് അമ്പ് ദാനം ചെയ്യുകയായിരുന്നു. അന്നത്തെ ആയുധങ്ങളിൽ പ്രധാനപ്പെട്ട, ഇന്നത്തെ AK-47 തുല്യമായിരുന്നു അമ്പെന്ന് പറയുന്നത്. അതാണ് അവർ കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് പറയാം, പള്ളിയിൽ വെച്ച് അമ്പ് ദാനം ചെയ്യുന്ന ഒരാളോട് നബി കൽപ്പിച്ചു, അമ്പിന്റെ കൂർത്ത മുന ഭാഗത്ത് പിടിച്ചുകൊണ്ടല്ലാതെ പള്ളിയിൽ അമ്പ് കൊണ്ട് നടക്കരുത്. എങ്ങനെയുണ്ട്? പള്ളി എന്താണ്? ക്ഷേത്രമെന്തിന്റെ പ്രതീകമാണ്? പ്രാർത്ഥനയുടെ, ആരാധനയുടെ, ദൈവികതയുടെ, ആത്മീയതയുടെ കേദാരമല്ലേ നമ്മുടെ രാജ്യത്ത് നിൽക്കുന്ന ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ? അതിനകത്താണ് ആയുധ വിതരണം, അതിനകത്താണ് അമ്പ് വിതരണം, അതിനകത്താണ് മൂർച്ചയുള്ള അമ്പിന്റെ മുന സൂക്ഷിച്ചു പിടിക്കണമെന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കൊണ്ടെത്തിക്കുന്നത് ഇവരുടെ പ്രത്യയശാസ്ത്രത്തിലാണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ളതായ ആക്രമണങ്ങൾ ഒരു ക്രിസ്ത്യാനിക്കോ ഒരു ഹൈന്ദവനോ ആർക്ക് നേരിട്ടാലും അത് സോഷ്യൽ മീഡിയ ഇപ്പോൾ സുന്ദരമായിട്ട് ഇവിടെ ഉള്ളത് കൊണ്ട് ആ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തണം. മുഖ്യധാര മാധ്യമങ്ങളും പത്രങ്ങളും അതുപോലെ ചാനലുകളും തമസ്കരിക്കുന്നതായ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു കൊണ്ടുവരികയും ആശയപ്രചരണത്തിലൂടെ ഇതിന്റെ വസ്തുതകൾ സാമാന്യ ജനത്തെ മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഈ ലോകം ഉള്ളിടത്തോളം കാലം ഇതിങ്ങനെ തന്നെ നിലനിൽക്കും. ഇതിന് മറുമരുന്നെന്ന് പറയുന്നത് ഈ ആശയപ്രചരണമാണ്. ഇവിടുത്തെ ഗവൺമെന്റിനൊന്നും ഇതിനെ നേരിടാനായിട്ട് കഴിയത്തില്ല. ഇപ്പോഴുള്ള ഒരു ഗവൺമെന്റും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് പലപ്പോഴും ഇതിന് പ്രോത്സാഹനം കൊടുക്കുകയാണ്. ഹലാൽ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് മാധ്യമങ്ങൾ നന്നായി വിനിയോഗിക്കുകയും ഇത്തരത്തിലുള്ളതായ ഹീനകൃത്യങ്ങൾ നിരുത്സാഹപ്പെടുത്തുകയും ഇതിന്റെ ആശയങ്ങൾ ലഭിക്കുന്നത്, ഇന്നത്തെ ആളുകൾക്ക് ആശയങ്ങൾ ലഭിക്കുന്നത് തങ്ങളുടെ മതഗ്രന്ഥത്തിലാണെന്നുള്ള വസ്തുത കൃത്യമായി തെളിയിക്കുന്നതായ പ്രചരണങ്ങൾ, വിഷയ അവതരണങ്ങൾ ഇനിയും ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. ഇനിയുള്ളതായ ഇത്തരത്തിലുള്ളതായ ഏത് വിഷയങ്ങൾ ഉണ്ടായാലും ആ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ളതായ ചർച്ചകൾ നടത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ വിരാമം കുറിക്കുന്നു. ഓക്കെ, താങ്ക് യു ചാക്കോ പാസ്റ്ററെ. നമ്മുടെ ഈ വിഷയത്തിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ നമ്മുടെ സുപ്രഭാത് ബദർ. സുപ്രഭാത് ബദറെ കേൾക്കാമോ? സുപ്രഭാത് കേൾക്കാമോ ബ്രദറെ? കേൾക്കാം. സംസാരിച്ചോളൂ. ഞാനേ ഈ ഇന്നലെ നടന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്, തൊടുപുഴയിൽ നടന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ സഞ്ജിത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഒരു റൂമിൽ ഈ കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇനി അടുത്തത് വരാൻ പോകുന്നത് കാസയ്ക്ക് നേരെയും കാസയുടെ പ്രവർത്തകർക്ക് നേരെയും ആണെന്നുള്ളതാണ്. ഇനി ക്രിസ്ത്യാനികൾ ആരാണോ അവരൊക്കെ കാസക്കാര് എന്ന് മുദ്ര കുത്തുകയാണ് ചെയ്യുക. അങ്ങനെയാണ് ഹിന്ദുക്കളെ ആക്രമിക്കാറൊക്കെ ഉള്ളത്. ആരാണോ ആക്രമിക്കപ്പെടുന്നത് അവൻ സംഘി. അങ്ങനെയാണ് മാറാട് മറ്റേ കൂട്ടക്കൊലകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അവിടെ മരിക്കപ്പെട്ടതൊക്കെ ഹിന്ദുക്കളാണ്, പക്ഷെ മരിച്ചവർ സംഘികൾ എന്നുള്ളതാണ്. അത് തന്നെയാണ് ബംഗാളിലും പറഞ്ഞിട്ടുള്ളത്, അതാണ് കാശ്മീരിലും പറഞ്ഞിട്ടുള്ളത്. അതേമാതിരിയാണ് ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കും ഇത് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ളത് 3 വർഷത്തിന്റെ ഉള്ളിൽ ഏകദേശം ക്രിസ്ത്യാനികൾക്ക് നേരെ കൊലപാതകങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവര് RSSകാർക്ക് നേരെ നടത്തുന്നുണ്ട്. RSSകാർ കഴിയുന്ന രീതിയിൽ അത് പ്രതിരോധിക്കുന്നുണ്ട്. അത് രണ്ടാമത് ഭരണകൂടങ്ങൾക്ക് നേരെയായിട്ടുണ്ടായിരുന്നു. കോടതിക്കൊക്കെ എതിരെ നമ്മുടെ ഈ നാട്ടിൽ വേറെ ഏതെങ്കിലും ഒരു സംഘടന അതേമാതിരി ഒരു പ്രതികരണം നടത്തിക്കണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ബസ്സിന്റെ മുകളിൽ കയറിയിരുന്നുകൊണ്ട് ഇതുപോലത്തെ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചിട്ട് കോടതിയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഭരണകൂടത്തിന് നേരെ അവർ തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തിരിയുന്നത് ക്രിസ്ത്യാനികൾക്ക് നേരെയാണ്. അതിന്റെ ഒരു പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ ഈ ആശയപരമായിട്ടുള്ള ഒരു വലിയൊരു സംഘർഷം തന്നെയാണ്. ആശയപരമായ യുദ്ധം നടക്കുന്നുണ്ട്. ക്ലബ് ഹൗസ്, അതുപോലെ യൂട്യൂബ്, ഇതുപോലെ പല ഇതിലും ഇസ്ലാമികപരമായിട്ടുള്ള പല കാര്യങ്ങളും വിമർശിക്കപ്പെടാതെ പോയിട്ടുള്ള 1400 വർഷങ്ങളോളായിട്ട് വിമർശിക്കപ്പെടാതെ പോയിട്ടുള്ള, അറിയപ്പെടാതെ പോയിട്ടുള്ള പല സംഭവങ്ങളും, അത് എത്രത്തോളം ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ഇസ്ലാമിക വിമർശനത്തിന് ആര് നടത്തുകയാണെങ്കിലും ആധികാരികമായി പറയുന്ന സമയത്ത് അവിടെ ആള് കൂടാറുണ്ട്. കാരണം ഇത് എന്താണ് സംഗതി എന്ന് അറിയാനുള്ളത് കൊണ്ടാണ്. ആ ചർച്ച സംഘടിപ്പിക്കുന്ന ആളുകൾ ആരായാലും ശരി, എക്സ് മുസ്ലിംസ് ആയാലും ശരി, ഇപ്പൊ സംഘികളായാലും ശരി, ആരായാലും ശരി, അതിൽ വളരെ വലിയ പ്രാതിനിധ്യം ഉണ്ടാകുന്നത് ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് അറിയാനുള്ള ഒരു ത്വരയാണ്.
ഇത് നിങ്ങൾ ബൈബിൾ വിമർശനം നടത്തിയാലോ അല്ലെങ്കിൽ മഹാഭാരത വിമർശനം നടത്തിയാലോ ഒന്നും നിങ്ങൾക്ക് ഈ ആളൊന്നും ഉണ്ടാവില്ല. അതിലൊരു 50 ആളിൽ കൂടുതൽ എന്തായാലും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അപ്പൊ ഇത് ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കിയ ഒരു ആശങ്ക, ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കിയ ഒരു ഭീതി, ഇതൊക്കെ വളരെ വലുതാണ്. അപ്പൊ അതിന്റെ പിന്നിൽ ആശയപരമായിട്ട് നേരിടാനുള്ള ഒരു ഒരു ഇത് ഉണ്ട്, ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാടിൽ. പല ആളുകൾക്കും കേൾക്കുന്നവർക്ക് തെറ്റായിരിക്കും. ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ടുള്ള ആളുകൾ അവര് എല്ലാത്തിനും മുന്നിലാണ് എന്നുള്ളതായിട്ട് അവർ വിചാരിച്ചിരിക്കുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എന്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് ആ ഒരു പരാജയം, ആശയപരമായിട്ടുള്ള ഒരു പരാജയം, അത് കായികപരമായിട്ടുള്ള രീതിയിലേക്ക് നീങ്ങാണ്. ഇത് അവര് എല്ലാ കാലങ്ങളിലും നടത്തിയിട്ടുള്ളതാണ്. ഈ 1200 വർഷങ്ങളായിട്ട് ഭാരതത്തില് കായികപരമായിട്ടുള്ള ഇതുകൊണ്ടാണ് ഈ ഇവിടെയുള്ള ഈ മതപരിവർത്തനം മുതൽ ഈ ഇവിടുത്തെ ഈ നമ്മുടെ ക്ഷേത്രങ്ങള്, പ്രതീകങ്ങള് ഒക്കെ തകർക്കപ്പെട്ടതൊക്കെ ഈ ആശയപരമായിട്ടല്ല, ഒക്കെ ഈ കായികപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഇനി അടുത്ത എര ആവാൻ വേണ്ടി പോകുന്നത് ക്രിസ്ത്യാനികളാണ്. ഞാൻ ഈ കാസ എന്ന് പറഞ്ഞ പേരൊക്കെ കേൾക്കുന്നത് ഇപ്പൊ അടുത്ത കാലത്താണ്. പണ്ടൊക്കെ ഈ ലവ് ജിഹാദ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഈ നമുക്ക് ഒരു പെൺകുട്ടി ലവ് ജിഹാദ് കുടുങ്ങിക്കണ്, ക്രിസ്ത്യൻ പെൺകുട്ടി ലവ് ജിഹാദ് കുടുങ്ങിക്കണ് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെ വിളിച്ചു പറയണം എന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് പല ആളുകളും പരിചയപ്പെട്ട സമയത്ത് ഇങ്ങനെ ഒരു കാസ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ട് എന്നൊക്കെ അറിയുകയും അങ്ങനത്തെ അതിന്റെ പ്രവർത്തകരാന്നൊക്കെ പറഞ്ഞ് പല ആളുകളും പരിചയപ്പെടുകയൊക്കെ ചെയ്ത സമയത്ത് ഇതുപോലെ പല കാര്യങ്ങളും അവരായിട്ട് കൈമാറാനൊക്കെ വേണ്ടിയിട്ട് സാധിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും ഇങ്ങനെ വിചാരിച്ചേ, ഈ കാസ 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 എന്നുള്ള പേര് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അടുത്തടി കാസക്കാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഞാൻ പല റൂമുകളിലും പല ചർച്ചകളിലും അത് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല ഇതിൽ എത്ര ആള് കാസക്കാരുണ്ട്, കാസ അതിന്റെ ഫുൾ ഫോം എന്താന്ന് പോലും എനിക്കറിയില്ല. കെവിനേട്ടനെ അറിയാം, കെവിനേട്ടനാണ് അതിന്റെ പ്രസിഡന്റ് എന്നൊക്കെ അറിയാം. അതല്ലാതെ മറ്റുള്ള ആളുകളൊന്നും വലിയ പരിചയമൊന്നുമില്ല. അതിൽ എത്ര ആളുകൾ അതിനെ അനുകൂലിക്കുന്ന ആളുകളുണ്ട്, പ്രതികൂലിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷെ അടുത്ത അടി കാസക്കാണ്. കാസക്ക് കിട്ടുന്ന ഓരോ അടിയും ക്രിസ്ത്യാനികൾക്കാണ്. ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്ന സമയത്ത് ആരാണോ ക്രിസ്ത്യാനി അവര് കാസക്കാരായിരിക്കും. ഇനി അങ്ങോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ട് നിൽക്കുന്നത്. ഇതൊരു സൂചനകൾ മാത്രമാണ്. ഇതിന് വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് പിന്നെ ശീലായിക്കോളും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നുമില്ല. ഒരു മുഖത്തടിച്ചാൽ മറ്റേ മുഖം കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ തിയറിയുമായിട്ട് ഇവരെയൊക്കെ നേരിടാൻ വേണ്ടി പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല. കൊണ്ട് നിൽക്കല്ലാതെ യാതൊരു നിവൃത്തിയില്ല. ആർക്കും ആരെ രക്ഷകനാവാനൊന്നും കഴിയൊന്നുമില്ല. അപ്പൊ RSSകാർ ഹിന്ദുക്കളെ രക്ഷകര് അങ്ങനെയൊന്നുമല്ല. അതൊക്കെ ഇത് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ RSSകാർ ആരുടെയും രക്ഷകരൊന്നുമല്ല. ചില ഘട്ടങ്ങളിൽ രക്ഷകരാവാറുണ്ട്. എല്ലാ ഘട്ടങ്ങളിലൊന്നും ആരും രക്ഷകരാവരൊന്നുമില്ല. അതുപോലെ ക്രിസ്ത്യാനികൾക്കും അവരുടെ കാര്യങ്ങൾ നോക്കാൻ അവരവർ പ്രാപ്തരാവുക, സംഘടിക്കുക, മതപരമായിട്ടൊക്കെ എല്ലാ ആളുകളും സംഘടിക്കുക, ദേശീയപരമായിട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സംഘടിക്കുക, കാലഘട്ടത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, നമ്മുടെ പൂർവികര് ജനിച്ച മണ്ണില് നമ്മുടെ വരുന്ന തലമുറയ്ക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ രാക്ഷസീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാണുന്ന സമയത്ത് എല്ലാവരും ഏകോപിച്ച് നിൽക്കുക. അതിനെതിരെ ഏത് രീതിയിലാണോ, നിയമപരമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഇതിനെ നേരിട്ടിട്ട് ഇതേപോലത്തെ പ്രവർത്തനങ്ങൾ ഈ മണ്ണിൽ നിന്ന് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എല്ലാവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. അതല്ലാതെ ഇതേ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് അത് ഇവർക്ക് കൂടുതൽ വളമായിട്ട് മാറാന്നുള്ളതല്ലാതെ ആടിനെ അറക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഒരിക്കലും ആട് കരഞ്ഞത് കൊണ്ട് ഒരിക്കലും ആടിനെ ആരും വിട്ടയച്ചതായിട്ട് കേട്ടിട്ടില്ല. പക്ഷെ സിംഹത്തെ ഒരിക്കലും അറക്കാൻ കൊണ്ടുപോയതായിട്ടും കേൾക്കുന്നില്ല. അതുകൊണ്ട് ഈ സിംഹമായി മാറണം എന്നുള്ളതാണ് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ ആളുകളും ഈ ഒരു നിയമപരമായിട്ടോ ആശയപരമായിട്ടോ ഇനി കായികപരമായിട്ടാണെങ്കിൽ അങ്ങനെ അത് സിംഹമായി മാറാനുള്ള പ്രവർത്തനങ്ങൾ, കാര്യങ്ങൾ ചെയ്യുക. അതല്ലെങ്കിൽ നിലനിൽപ്പിന്റെ കാര്യം കട്ടപ്പുകയാണ്. ഓക്കെ, നന്ദി. ഓക്കെ, താങ്ക് യു. കായികപരമായി നേരിടാൻ നമുക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല ബ്രദറെ. നമ്മളെ നിങ്ങളോടല്ല പറഞ്ഞത്, ഞാൻ പൊതുവെ പറഞ്ഞു. ഓക്കെ, താങ്ക് യു സുപ്രഭാത ബദറെ. അതായത് ഇവിടെ ഈ വളരെ അടിച്ചമർത്തി കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ മറ്റുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ ഗൾഫിലുള്ള ഇപ്പോഴത്തെ ലെബനോൻ, പണ്ടത്തെ സിറിയ, ഈജിപ്ത്, അങ്ങനെ പല രാജ്യങ്ങളിലെല്ലാം ഇതേ അടിച്ചമർത്തൽ അവർ ശീലിച്ചതുകൊണ്ട് ഇവിടെയും അടിച്ചമർത്തൽ നടത്താം എന്ന് തന്നെയാണ് ഇവരും ആഗ്രഹിക്കുന്നത്. സത്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്ത് ഒരു പോസ്റ്റ് ഇട്ടു എന്നുള്ളതും ഒരു വിഷയമാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇട്ടാൽ ആ പോസ്റ്റ് ഇട്ട ആൾക്കെതിരെ ശാരീരികമായി അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് അവരുദ്ദേശിക്കുന്നത് താലിബാനാണ് എന്ന് തന്നെയല്ല. ഈ കേരളം താലിബാൻ്റെ കീഴിലാണോ ഭരണം എന്ന് ചിന്തിക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് അവർ പോയിരിക്കുന്നത്. അത്രമാത്രം അവരുടെ എന്താ പറയുക മതചിന്ത അവരെ
മറ്റുള്ളവരെ വെറുക്കുവാനും ശാരീരികമായി ഉപദ്രവിക്കാനും അടിച്ചമർത്തുവാനുമാണ് അവരുടെ ചിന്തകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ പോക്ക് വളരെ 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 ഡേഞ്ചറാണ്. നമ്മുടെ സഹോദരങ്ങൾക്കെല്ലാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അടുത്ത നമ്മുടെ സംസാരിക്കാനുള്ള ഡൈമൻ ബ്രദറാണ്. ഡൈമൻ ബ്രദറിന് സംസാരിക്കാം. ഡൈമൻ. ഹലോ, നമസ്കാരം. ക്രിസ്തുയേശുവിൽ വന്ദനം. ഓക്കെ, ആദ്യമായിട്ട് മനോജ് ബ്രദർ മനോജിന് എൻ്റെ എല്ലാവിധമായ സൗഹാർദ്ദവും പങ്കുവയ്ക്കുകയാണ്. നമ്മൾ കേട്ടതുപോലെ ഇത് ഭയങ്കര ഒരു ഭീകരമായിട്ടൊരു സംഭവമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം കേരളത്തിൽ നമ്മൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഒരിക്കലും. കാരണം ഇതുപോലെയുള്ള വാർത്തകളൊക്കെ നമ്മൾ സാധാരണ കാണാറുള്ളത്, ഇപ്പൊ നേരത്തെ മേളിൽ പിൻ ചെയ്തിരിക്കുന്ന വീഡിയോ ഞാൻ കണ്ടു നോക്കി. വളരെ ഭീതികരമായിട്ട് തോന്നുകയാണ്. കാരണം ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് എങ്ങനെയാണ് ഒരു സഹജീവിയോട് പെരുമാറാൻ കഴിയുന്നത്? കാരണം ഇത്രയോ ആൾക്കാർ കൂടി ഒരാളെ തല്ലിക്കൊന്ന് കത്തിച്ചു കളയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 21-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ. ഇവരുടെ ഹൃദയങ്ങളിൽ എങ്ങനെ ഇങ്ങനെ പൈശാചികമായിട്ട് ചിന്തിക്കാൻ കഴിയുന്നു? അതിന്റെ എല്ലാം കാരണം എന്താണെന്ന് നമ്മൾ നോക്കി പോകുമ്പോഴാണ് ഈ ബുക്കിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. നേരത്തെ ചാക്കോ പാസ്റ്റർ പറഞ്ഞതുപോലെ എതിർദിശയിൽ നിന്ന് ഒരാളുടെ കൈയും കാലും വെട്ടിക്കളയുക, അതിന് പ്രചോദിപ്പിക്കുന്ന വികാരം. ആരാണ് ഈ മുഹമ്മദ് നബി? അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ എന്താണ്? എന്തിനാണ് ഇവർ ഇത്രയും വികാരധീരരാവുന്നത്? ഈ മുഹമ്മദ് നബിയെ കുറിച്ച് ഒരു വാക്ക് പറയുമ്പോഴത്തേക്കും ഇത്രയും വികാരം കൊള്ളാനിരിക്കുന്ന കാര്യം എന്താണ്? അദ്ദേഹം ഒരു 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഒരു കൊള്ളക്കാരന്റെ ഭാവത്തിൽ വന്ന് അനേക ആളുകളെ കൊലയും ചെയ്ത് ബലാത്സംഗങ്ങൾ ചെയ്ത് ഈ ലോകത്തെ ഇങ്ങനെ ആക്കിയിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ ഇസ്ലാം മതം ഇത്രത്തോളം വിമർശിക്കപ്പെടുന്നത്. കാരണം ഈ ആളുകളെയൊക്കെയും ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പ്രചോദനയായിട്ട് ഈ ബുക്ക് മാറിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെതിരെ എല്ലാവരും പ്രതികരിക്കണം. എനിക്ക് ദയവായി പറയാനുള്ളത്, പ്രത്യേകിച്ച് ചാക്കോ പാസ്റ്റർ അതുപോലെ അനിൽ ബ്രദറൊക്കെയും ഇതിനെതിരെ വളരെയേറെ എന്താ പറയുക പ്രതികരിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ സൂക്ഷിക്കുക ഒന്നുകൂടെ. കാരണം ഇതുപോലെ ബുദ്ധിയില്ലാത്ത ആളുകള്, തലച്ചോറിന് പകരമായിട്ട് വേറെന്തെയോ കൊണ്ട് നടക്കുന്ന ആളുകള് എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. അപ്പൊ അവർക്കെതിരെ നമുക്ക് കായികപരമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ക്രിസ്ത്യാനിക്ക് ഒരിക്കലും ഇവരെ കായികമായിട്ട് എതിർക്കാൻ കഴിയില്ല. അപ്പോ നമ്മൾ സൂക്ഷിക്കുക. പക്ഷെ ഇവർക്കെതിരെയായിട്ട് ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഗവൺമെന്റും അതുപോലെ പോലീസും മാധ്യമങ്ങളൊക്കെ ഹൈജാക്ട് ആണ് കേരളത്തില്. ഇവർക്കെതിരെ ഈ ഒരു ന്യൂസ് ഒന്നും കേരളത്തിൽ വന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം എല്ലാം കേരള ഗവൺമെന്റ് പിന്നെ അതുപോലെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഇവരുടെ എന്താ പറയാ ഇവർക്കെതിരെ ഒരക്ഷരം പോലും ഉരിയാടാൻ കഴിയാതെ ഹൈജാക്ക് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഇങ്ങനെ ഭയപ്പെടുത്തി ഈ ഇസ്ലാമിനെതിരെ ശബ്ദിക്കുന്നവരെ ഭയപ്പെടുത്തി ജനങ്ങളുടെ ഇടയിലേക്ക് ഭീതി പകർത്തിക്കൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ നിശബ്ദരാക്കുക എന്നുള്ള രീതിയാണ് പണ്ട് മുതലും അവരിപ്പോഴും അതേ പാത പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെതിരെ എല്ലാവരും പ്രതികരിക്കണം. പിന്നെ പ്രത്യേകിച്ച് ഈ എന്താ പറയാ ഈ കാക്കാമാർ എന്ന് പറയുമ്പോൾ തന്നെ അവര് ഇങ്ങനെ വട്ടം ചേർന്ന് ഒരാളെ ആക്രമിക്കുന്ന രീതിയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അത് അവരുടെ ആ പേരിന് തന്നെ വളരെ അനുയോജ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ നബി നിന്ന എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയ്ക്ക് വികാരാധീനരാകേണ്ട കാര്യമില്ല. കാരണം എന്താ പറയാ 6 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയെ കല്യാണം കഴിച്ച് 9 വയസ്സിൽ അതിനെ ശാരീരികമായി ഉപയോഗിക്കുന്ന ഒരാളെ നമ്മൾ ഈ കാലത്ത് പറയുന്നത് പീഡോഫൈൽ അല്ലെങ്കിൽ ശിശു പീഡകൻ എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ പറയുന്നവരെ നിന്ദിച്ചുകൊണ്ട് കാര്യമില്ല. അത് പറയുന്നത് വാസ്തവമുണ്ടോ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയപ്പെടുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകള് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയപ്പെടുന്നത്? നിങ്ങളുടെ നബി എന്ന് പറയുന്ന ആള് ഇത്രയ്ക്ക് വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെടുത്ത് പറയുന്നവരെ ഇതുപോലെ നിന്ദിക്കുകയോ കായികമായി അടിച്ചമർത്തിയതോ കൊണ്ട് ഒരു കാര്യമില്ല. അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ചിന്താഗതി മാറ്റി ഈ ഗ്രന്ഥത്തിലുള്ള തിരുത്തലുകൾ വരുത്താൻ പറ്റുമെങ്കിൽ വരുത്തി പിന്നെ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു ആധുനിക മനുഷ്യനായി ജീവിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബ്രദർ മനോജിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഡൈമൻ ബ്രദർ. അലക്സ് ബ്രദറെ കേൾക്കാവോ? ഇല്ല. അജി ബ്രദറെ കേൾക്കുന്നുണ്ട്. ഓക്കെ, സംസാരിച്ചോളൂ ബ്രദർ. ഈ അടി ഉണ്ടായ സഹോദരന് എല്ലാവിധ പിന്തുണയും കഴിയുന്നത് അർപ്പിക്കുകയാണ്. എന്നാൽ ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയ കാര്യമൊന്നുമല്ലല്ലോ.
ഇപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ഈ ക്ലബ് ഹൗസിൽ ഇന്ന് രാവിലെ തന്നെ ചില ചർച്ചകൾ നടന്നപ്പോൾ തന്നെ ഞാൻ ഇത് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നതിന് മറുപടി പറയാൻ കഴിയാതെ ഇരിക്കുക ഒന്ന്. അപ്പോൾ വായി തോന്നുന്നത് വിളിച്ചു പറയുക. അതുപോലെ തന്നെയാണ് ഞാൻ വേറൊരു കാര്യം ഓർക്കുന്നുണ്ട്. ഈ പണ്ട് കൊച്ചിലെയൊക്കെ നമ്മൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഈ ഒന്നും പറയാനും ചെയ്യാനും മറുപടി പറയാനും ചെയ്യാനും ഇല്ല എങ്കിൽ തുപ്പുക എന്ന് പറയും, തോപ്പിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അല്ലെങ്കിൽ കൈകൊണ്ട് അടിക്കാൻ വരിക. ഇത് തന്നെയാണ് ഈ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വലിയ ഭാവമാണെന്നേ ഉള്ളൂ ഇത്. ഈ മാനസികാവസ്ഥ രണ്ടും ഒരുപോലാണ്. അതാണ് ഇതിന് പറയാനുള്ളത്. രണ്ട് സെയിം മാനസികാവസ്ഥയാണ്. നിസാരമായി എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഈ മറ്റേ പുസ്തകമൊക്കെ എടുത്ത് വെച്ച് വായിച്ച് ഇതിന് മറുപടിയൊക്കെ പറയുക, അതിനൊക്കെ ഉത്തരവാദിത്തം, അതൊക്കെ വലിയ മെനക്കെട്ട പരിപാടിയാണ്. ഇതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. കയ്യിൽ കിട്ടുന്ന എടുത്തോണ്ട് ചാടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് മെസ്സേജോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചാടി ഇറങ്ങി വരിക. അതൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം മെനക്കെട്ട് ഉള്ള പരിപാടി അങ്ങനെ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പെട്ടെന്ന് പ്രേരകമാകുന്നതെന്ന് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇത് നമ്മൾ വളരെ സൂക്ഷിക്കണം. നമ്മുടെ വീട്ടിലുള്ളവരെ തന്നെ ഇതൊന്ന് ബോധവൽക്കരിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ശ്രമകരമായ കാര്യമാണ്. അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അത് എല്ലാവരും അവരവരുടെ ഇടയിൽ തന്നെ തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അവരവരുടെ വീടുകളിൽ തന്നെ വീട്ടിലുള്ളവരെ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെ ഒരു അപകടമുണ്ടെന്ന് വീട്ടുകാരെ, ബന്ധക്കാരെ ഒക്കെ ഒന്ന് അറിവ് ഈ മനസ്സിലായിട്ടുള്ള വ്യക്തികൾ അത് ചെയ്യണമെന്നാണ് എനിക്ക്. അതുമല്ല, ചുറ്റുമുള്ള മറ്റുള്ളവരെയും ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. ഇല്ല എങ്കിൽ ഇത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. ഒരു ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ പറയും. 2-3 പ്രസംഗങ്ങൾ ഞാൻ കേട്ട്, ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് ഇവർ ഇട്ടേക്കുന്നത്. RSSനെ അവർ വെച്ചേക്കലെന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയാൻ ഇവർക്ക് എന്ത് ധൈര്യമാണുള്ളത്? RSSകാരനല്ലേ ഇവിടെ ഭരിക്കുന്നത്? ഇവരെന്തോ വെച്ചേക്കലെന്നായി പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അഹങ്കാരവും ധാർഷ്ട്യവുമാണ്. പിന്നെ വെറുതെ വിവരമില്ലായ്മ എന്ന് പറയും, ബോധമില്ലാത്ത വർത്തമാനമായി പറയുന്നത് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ബോധശകലമെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കും ഇങ്ങനൊന്നും സംസാരിക്കാനൊക്കത്തില്ലെന്നാണ് എനിക്ക് പറയാനുണ്ട്. ഞാൻ അവസാനിപ്പിക്കും. ഓക്കെ, താങ്ക് യു ബ്രദർ, താങ്ക് യു. നമ്മുടെ അജിബ് ബിസിയാണ്. രാജീവ് ബ്രദറെ, വരച്ചന്ദ്രൻ, ഓക്കെ, സംസാരിക്കും. യെസ്, ഈ സംഭവങ്ങൾ അതിനെ കടുത്ത ഭാഷയിൽ അപലപിക്കുന്നു. അതിനുള്ള കാരണത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട 1-2 കാര്യമുണ്ട്. നമ്മൾ പലരും എഴുതിയ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ലോകത്തിൽ നടന്ന പല കാര്യങ്ങളും കൂട്ടി വായിക്കുമ്പോൾ ഈ ഒരു സമൂഹം, ഞാൻ സമൂഹമായിട്ട് തന്നെ പറയുകയാണ്, 5% ഉള്ളപ്പോൾ, 10% ഉള്ളപ്പോൾ, 15% ഉള്ളപ്പോൾ, 20% ആകുമ്പോൾ, 30 ആകുമ്പോൾ, അല്ലെങ്കിൽ 50 ആകുമ്പോൾ, അല്ലെ പിന്നെ അത് അവസാനം 90 ആകുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമ്മൾ പല രാജ്യങ്ങളും നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ നമ്മളുടെ ഈ ഇന്ത്യയിലെ സെൻസസ് നടന്നിരിക്കുന്നത് 2011-ലാണ്. അതിനുശേഷം ഇപ്പം സെൻസസിന്റെ കാര്യങ്ങൾ തുടങ്ങിയിട്ടില്ല. അത് കൊറോണ കാരണവും മറ്റു ചില കാരണങ്ങളാൽ അത് മാറ്റപ്പെട്ട് ഇങ്ങനെ നീട്ടപ്പെട്ടു. ഇനി തുടങ്ങുമെന്ന് കരുതുന്നു. പക്ഷെങ്കിൽ നമ്മളിപ്പോൾ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കണക്ക് വെച്ചിട്ട് ഏകദേശം ഒരു 20-23% നമ്മൾ പറയുമെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നത് പല കാരണങ്ങൾ കൊണ്ടും ഇപ്പോൾ അതിന്റെ ഒരു പോപ്പുലേഷൻ ഏകദേശം ഒരു 35% കവർ ചെയ്ത് കാണും. മറ്റുള്ള സമൂഹം, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഹിന്ദു സമുദായത്തിന്റെ പോപ്പുലേഷൻ അതിനനുസരിച്ച് കുറഞ്ഞിട്ടുമുണ്ട്. കാര്യം പല കാരണങ്ങളുണ്ട്. ഒന്ന് മൈഗ്രേഷൻ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അല്ലെ സംസ്ഥാനങ്ങളിലേക്ക്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിലൊക്കെ ഒത്തിരി കാരണങ്ങളുണ്ട്. അപ്പം സാമൂഹ്യപരമായിട്ട് ഇവരുടെ എണ്ണം കൂടുന്നു. അപ്പൊ ആ എണ്ണം കൂടുന്നതനുസരിച്ച് ഒരു പ്ലാനിങ് ഉണ്ട്. അപ്പൊ ആ ഒരു ഇതിലേക്കാണ് പോകുന്നത്. തങ്ങളുടെ മതചിന്തകൾ, തങ്ങളുടെ മത ആശയങ്ങൾ സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ച് തങ്ങളുടേതായിട്ടുള്ള ഭരണം അല്ലെ തങ്ങളുടെ ചിന്തകൾ, തങ്ങളുടേതായിട്ടുള്ള രീതികൾ നടപ്പിൽ വരുത്താനുള്ള ഒരു ഇതാണ് ഈ ജനാധിപത്യ രാജ്യത്തിൽ പോലും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരു ലക്ഷ്യമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ, ചില പറഞ്ഞിട്ടുണ്ടല്ലോ 50 വർഷം കൊണ്ട് കേരളം ഇതാക്കുമെന്നോ അല്ലെ എന്നൊക്കെയുള്ള ഓരോരോ, അല്ല 10 വർഷം കൊണ്ട്, അങ്ങനെയൊക്കെ പല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അവരുടെ ആ ലക്ഷ്യത്തിലേക്കുള്ള ഇതാണ്. പക്ഷെ അതിനെ എതിർക്കുന്നവരാരാണ്? അവർക്കെതിരെ പല രീതിയിലുള്ള ഭീഷണിയിലും, അതല്ലെങ്കിൽ ഒരു സമൂഹത്തെ, ഇപ്പൊ ഒരാളെ ഇപ്പം ഇന്നലെ ഉണ്ടായ ആക്രമണത്തിന്റെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമൂഹത്തിലുള്ള കുറച്ചുപേരെ ഇതൊരു ഭീകര ആക്രമണം തന്നെയാണ്. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് അവർ ലക്ഷ്യമാക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു സമൂഹത്തിലല്ല, ആ ഒരു സ്ഥലത്തുള്ളവരെ ഭീകരത കാണിച്ച് അവരുടെ വായടപ്പിക്കുക, അവരുടെ പ്രതികരണശേഷി ഇല്ലാതാക്കുക, തങ്ങളുടെ നിലയ്ക്ക് നിർത്തുക എന്നുള്ള ചിന്ത മാത്രം തന്നെയാണ്. അപ്പൊ ഇതൊരു വാദം തന്നെയാണ്. അവർ എന്തുകൊണ്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് ഇവിടെ സ്ഥിരമായി ചെയ്യാൻ, അല്ല ഇവർക്ക് ചെയ്യാനുള്ള സപ്പോർട്ട് സമൂഹത്തിൽ അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ള ധൈര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ഇനി തുടരുക തന്നെ ചെയ്ത് കൂടിക്കൂടി വരും. ഇപ്പം തന്നെ കഴിഞ്ഞ ഒരു മാസത്തിൽ 2 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന് തൃശ്ശൂരും മറ്റൊന്ന് നമ്മളെല്ലാം വായിച്ചു, പാലക്കാട്ട്.
അതേശം അതിനോടൊപ്പം തന്നെ തലശ്ശേരിയിൽ കഴിഞ്ഞ 2-3 ദിവസമായി നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ കൂട്ടി വായിക്കണം. അതേപോലെ തിരുവല്ലയിലുണ്ടായ സംഭവത്തിലുള്ള പ്രതികളുടെയൊക്കെ പേര് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അതിന്റെ പുറകിലുള്ള ലക്ഷ്യങ്ങൾ എന്നുള്ളത്. ഇവരെല്ലാ പാർട്ടിയിലും ഇവര് ചേക്കേറി കഴിഞ്ഞു. അവർക്ക് പാർട്ടിയില്ല, അവർക്ക് മതം മാത്രമേ ഉള്ളൂ, തലയിൽ മതം, മതചിന്തകൾ മാത്രമേ ഉള്ളൂ. എല്ലാ സമൂഹത്തെയും ഞാൻ പറയുന്നില്ല, എന്നാലും ഇതിനകത്ത് വോക്കലായിട്ടും സൈലന്റ് ആയിട്ടും ഇരിക്കുന്നവരും ഇതിൽ പങ്കാളികളാണ്. അപ്പൊ നമ്മൾ ഈ സമൂഹം ഇതിനെതിരെ വ്യക്തമായിട്ട് പ്രതികരിക്കണം. ഈ പ്രതികരണശേഷി ഇല്ലാതാക്കി നമ്മളെ സൈക്കോളജിക്കലി അടിച്ചമർത്താനുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഇവർ വെക്കുന്നത്. അതുകൊണ്ട് ശക്തമായി പ്രതിഷേധിക്കണം. ജോസഫ് മാഷരെ കൈവെട്ടിയെങ്കിൽ അതിന് തത്തുല്യമായ ഒരു കാര്യം തന്നെയാണ് ഇന്നലെ സംഭവം നടന്നിരിക്കുന്നത്. ഇത് നമ്മൾ പാകിസ്ഥാനിലെ ഇന്നലെ നടന്ന ഇതേ സമയത്ത് നടന്ന ഒരു കാര്യം കൂടി നമ്മൾ കണ്ടു. ഒരു ബുദ്ധ അന്യ അതായത് അവിടെ അന്യ രാജ്യത്ത് നിന്ന് വന്ന ശ്രീലങ്കനെ പച്ചയ്ക്ക് തീ കൊളുത്തി അത് മതനിന്ദ ആക്ഷേപിച്ച് കത്തിച്ചു കളഞ്ഞ സംഭവം നമ്മൾ കണ്ടു. അത് തന്നെയാണ് ജോസഫ് മാഷിന്റെ അതിന്റെ വേറെ രൂപമാണ്. ഇന്നലാണ് സംഭവം അതിന്റെ വേറെ രൂപമാണ്. അപ്പോൾ ഇവരുടെ ജനസംഖ്യ തന്നെയാണ് പ്രശ്നം. ആ ജനസംഖ്യ വെച്ചിട്ട് ഇവിടുത്തെ നമ്മളുടെ ഈ ജനാധിപത്യ രാജ്യത്തില് മറ്റുള്ള ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന ഭീകരവാദം ആണ് ഇത്. ഭീകരവാദം തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നും തന്നെയല്ല. ഇതിനെ ഭീകരവാദമായിട്ട് മാത്രമേ കണക്കൂട്ടാൻ കഴിയുകയുള്ളൂ. നമ്മളുടെ ഇനിയും ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് ഇല്ലാതെ വരുത്തണം. ഈ ചിന്തകൾ ഇല്ലാതെ വരുത്തണമെങ്കിൽ ഈ പൊതുജനം മൊത്തത്തിൽ ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ ഇതിനെതിരെ പ്രതികരിക്കണം. എല്ലാവരോടൊപ്പം ഞാനും ഉണ്ടായിരിക്കും. താങ്ക് യു. ഓക്കെ, താങ്ക് യു ബ്രദറെ. എബൻ ബ്രദറെ, ഞാനൊരു ബാക്ക് ചാനൽ മെസ്സേജ് വിട്ടായിരുന്നു. എബൻ ബ്രദർ, എബൻ എനിക്ക് കേൾക്കണ്ട. ഞാൻ ഒരു മെസ്സേജ് ഞാൻ അങ്ങോട്ട് വിടാവേ, ഒരു മിനിറ്റ്. ഓക്കെ. നമ്മുടെ ജോർജ് ബ്രദർ സംസാരിച്ചായിരുന്നോ? ജോർജ് ബ്രദർ സംസാരിച്ചിട്ടില്ല. സംസാരിച്ചു. ഓക്കെ. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതായിരിക്കുന്ന അവൾ ക്രൂരമായിരിക്കുന്ന ഒരു സംഭവം അറിയുകയും, എന്നാൽ ഇത് വളരെ എളുപ്പമായി പോയി എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം 2022 ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് മുൻനിരയിൽ പ്രവർത്തിക്കുന്ന, ഇസ്ലാമിനെ എക്സ്പോസ് ചെയ്യുന്ന ആളുകളോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ക്രൂരമായ തരത്തിലൊരു പരിപാടികൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയും ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞാൻ. എന്നാൽ അല്പം നേരത്തെയായി പോയി. അത് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചെന്നുള്ളതാണ്. ഞാൻ ഇതിന്റെ പുറകിലുള്ള ഒരു മനഃശാസ്ത്രപരമായ ഒരു സൈക്കോളജിക്കൽ വ്യൂ പോയിന്റ് ഇവിടെ പലരും സംസാരിക്കുന്നത് കേട്ടു. എന്നാൽ നമ്മൾ സംസാരിക്കുമ്പോൾ വിട്ടുപോകുന്ന ഒരു കാര്യം, ഇപ്പൊ നമുക്ക് ഈ ഇന്ത്യൻ ആയതുകൊണ്ടും ഇനി ഇന്ത്യൻ അല്ല എങ്കിലും ക്രിസ്ത്യാനിയുടെ നിലപാട് ഒന്ന് തന്നെയാണ്. എന്നുവെച്ചാൽ നമുക്ക് ആയുധം കൊണ്ട് വരുന്നവനെ ആയുധം കൊണ്ട് നേരിടുന്ന ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആദർശം നമുക്കില്ലാത്തത് കൊണ്ട് ശത്രുക്കളെ സ്നേഹിക്കാനും ശപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പ്രമാണം നിലനിൽക്കുന്ന അത്രയും കാലം ക്രിസ്ത്യാനി ഈവൻ ഇന്ന് അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങൾ ഉപദ്രവിച്ച ആ മൃഗതുല്യമായി പ്രവർത്തിച്ച ആളുകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് വ്യവസ്ഥയുള്ളൂ എന്നുള്ളതാണ്. കാരണം ഇതിന്റെയൊക്കെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലോകമെമ്പാടും ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഓരോ രാഷ്ട്രീയക്കാരുടെയും രാജാക്കന്മാരുടെയും അതുപോലെ തന്നെ മത തീവ്രവാദികളുടെ കയ്യിലും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ മാസം നോർത്ത് ഇന്ത്യയിൽ തന്നെ കുറെ മിഷണറിമാരും ചർച്ചുകളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ആക്രമിക്കപ്പെട്ടതിന്റെ പേരില് ആ രാജ്യത്തിൽ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിലെ ഏതെങ്കിലും തരത്തിലുള്ള മന്ത്രിമാരോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില ആളുകൾ അതിനെതിരെ പ്രതികരിക്കുകയൊന്നും ചെയ്ത് നമ്മൾ കണ്ടില്ല. ക്രൈസ്തവർ അവിടെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോയില്ല. അടിച്ച ആളുകളെ അവരുടെ അമ്പലത്തിൽ കയറി അവരെ ആക്രമിക്കാൻ പോയില്ല. അവരുടെ പ്രസ്ഥാനങ്ങൾ ചുട്ടുകരിക്കാൻ പോയില്ല. ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ വാട്സപ്പിൽ വന്നതായ മെസ്സേജുകൾ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തന്നെയാണ്. പക്ഷെ ഇതിന്റെ എല്ലാം തന്നെ അടിസ്ഥാനപരമായി നമ്മൾ നോക്കുമ്പോൾ ക്രൈസ്തവർ ഭാരതത്തിൽ ഇനി അങ്ങോട്ടുള്ള മേഖലയിൽ ഒരു ചെണ്ട പോലെയാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഒരു ഭാഗത്തു നിന്ന് ഹിന്ദുത്വവാദികളുടെ അടി ഒരു ഭാഗത്തു നിന്നും മറുഭാഗത്തു നിന്ന് ജിഹാദികളുടെ ഒരു അടിയും പ്രതീക്ഷിച്ച് തന്നെ വേണം മുമ്പോട്ട് പോകാൻ എന്നുള്ളതാണ്. കാരണം ഇവിടെ ഈ രണ്ട് കൂട്ടരെ ഞാൻ മനസ്സിലാക്കിയത്, പ്രത്യേകിച്ച് SDPI അതുപോലെയുള്ള ഓമന പേരിൽ രാഷ്ട്രീയ മുഖം ധരിച്ച് പ്രവർത്തിക്കുന്ന ജിഹാദിസ്റ്റുകളെ സംബന്ധിച്ചോളം
ഈ എല്ലാം ഈ മറ്റൊരാളെ ആദർശത്തെ അല്ലെങ്കിൽ ആശയത്തെ ആശയം കൊണ്ട് എതിർക്കാതെ വാളും തൃശൂലവും അതുപോലെ ബോംബും തോക്കുമായിട്ട് വരുന്നവരുടെ ഒരു പ്രത്യേകമായ ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ അവരുടെ ഉള്ളിലുണ്ട്. കാരണം ക്രൈസ്തവർക്ക് എന്നും മുമ്പോട്ട് വെക്കാനുള്ളത് ഒരു ആശയമാണ്. ആശയപരമായിരിക്കുന്ന തരത്തിൽ മാത്രമേ ക്രൈസ്തവർ മുമ്പോട്ട് പോകാൻ പ്രമാണമുള്ളൂ. അവർക്കൊരു സുവിശേഷമുണ്ട്, അവർക്ക് കുറച്ച് ക്രൈസ്തവ മൂല്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്രൈസ്തവ വിശ്വാസത്തെ ആക്രമിക്കുമ്പോൾ ആശയപരമായ നിലയിലാണ് ക്രൈസ്തവർ നന്നായി പഠിച്ച് ആ വിഷയത്തിൽ പ്രതികരിക്കാറുള്ളത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആശയത്തെ ആശയമായി എതിർക്കുവാൻ കഴിവില്ലാത്തവരും കഴിവുകെട്ടവന്മാരുമാണ് പലപ്പോഴും ആയുധങ്ങൾ ഏന്തി ക്രൈസ്തവർക്ക് നേർക്ക് വരുന്നെന്നുള്ളതാണ്. കാര്യം അവർക്ക് തിരിച്ച് ആശയപരമായ നിലയിൽ ക്രൈസ്തവരോട് ഏറ്റുമുട്ടി തോൽപ്പിക്കുവാനുള്ള കഴിവില്ലാതെ വരുമ്പോൾ അവർക്ക് വേണമെങ്കിൽ അവരുടെ ആശയത്തെ മുഹമ്മദിനെ കുറിച്ച് ഉന്നയിക്കപ്പെടുന്ന വിമർശനങ്ങളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഖുറാനെതിരെ ഉന്നയിക്കപ്പെടുന്ന വിമർശനമായിക്കൊള്ളട്ടെ, അല്ലാഹുവിന് നേരെ ഉന്നയിക്കപ്പെടുന്ന വിമർശനമായിക്കൊള്ളട്ടെ, അതിനെ ആശയപരമായ നിലയിൽ അവതരിപ്പിക്കുമ്പോൾ ആശയപരമായ നിലയിൽ പ്രതികരിക്കുവാൻ കഴിവില്ലാതെ വരുമ്പോഴാണ് അവിടെ ഇങ്ങനെയുള്ള എതിരാളികളെ വാളുകൊണ്ട് ഇല്ലാതാക്കുക എന്നുള്ള ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോർത്ത് ഇന്ത്യയുടെ വിഷയം എടുത്താലും സൗത്ത് ഇന്ത്യയിലെ വിഷയം എടുത്താലും ഇനി പാകിസ്ഥാനിലെ വിഷയം എടുത്താലും ഏത് വിഷയങ്ങൾ എടുത്താലും അതിന്റെ പുറകിൽ നമ്മൾ കാണുന്നത് എന്താണ്? ആശയത്തെ ആശയം കൊണ്ട് നേരിടുവാൻ കഴിയാത്ത ആളുകൾക്ക് അന്നും ഇന്നും ചെയ്യുന്ന ഒരേ പണിയാണ് എതിരാളികളുടെ ആശയത്തെ വാളുകൊണ്ട് നിശബ്ദമാക്കാനുള്ളത്. അപ്പൊ ഇവിടെ എന്താണ് നമുക്കുള്ളതായിരിക്കുന്ന ജോലി? നമുക്കുള്ളതായ ജോലി എന്ന് പറയുന്നത് ചെയ്യുന്ന ജോലി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണ് പറയാനുള്ളത്. ചെയ്യുന്ന ജോലി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത്? നമ്മൾ ആശയപരമായ നിലയിലാണ് ഇപ്പോഴും നമ്മൾ നേരിടാൻ ആഗ്രഹിക്കുന്നത്. അവിടെ മുസ്ലിം സുഹൃത്തുക്കൾ, എനിക്കറിയാം ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സുഹൃത്തുക്കൾ മേ ബി ഇത് അറിഞ്ഞിട്ടും പോലും ഇല്ല എന്നുള്ളതാണ്. കാര്യം ഞാൻ താമസിക്കുന്നത് മുസ്ലിങ്ങളുടെ ഏരിയയിലാണ്. ഞാൻ ഈ സംസാരിക്കുമ്പോഴത്തേന് അവരിൽ പല ആളുകളും ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് അറിഞ്ഞിട്ടും പോലും ഇല്ല എന്നുള്ളതാണ്. ഇനി അറിഞ്ഞാൽ തന്നെ എന്താണ്? അറിഞ്ഞാൽ തന്നെ ഇതിന്റെ അകത്ത് മൗനമായിരിക്കും. അവിടെയാണ് ഞാൻ ഹിന്ദു സഹോദരങ്ങളെ അല്പം കൂടി ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത്. കാരണം അവരിൽ ഏതെങ്കിലും ന്യൂനപക്ഷമായിരിക്കുന്ന ഏതെങ്കിലും അജണ്ട നടപ്പിലാക്കാൻ രാഷ്ട്രീയ ബോധത്തോട് ദേശബോധം എന്നൊക്കെ പറഞ്ഞ് ഈ ക്രൈസ്തവരെ ആക്രമിക്കുമ്പോൾ അവിടെ കൂടെ നിൽക്കുന്നതായ അത് തെറ്റാണെന്ന് പറഞ്ഞ് ക്രൈസ്തവരെ ആശ്വസിപ്പിക്കുക കൂടെ നിന്ന് ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ വരുമ്പോ ഒരു മൗനം പാലിക്കലും അത് ഞങ്ങളുടെ കുതിര ഇങ്ങനെയല്ല കരയുന്നെന്ന് പറഞ്ഞ് ന്യായീകരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എങ്കിലും ഇതൊരു തിന്മയാണ്. അതിനെ പ്രതികരിക്കുവാൻ രാഷ്ട്രീയപരമായി നമുക്ക് യാതൊരു മാർഗവും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇനി ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടി രക്ഷകരായി വരുമെന്ന് ആരെങ്കിലും ഈ ഗ്രൂപ്പിൽ ചിന്തിക്കുന്നെങ്കിൽ ഇടയ്ക്ക് സൗത്തും നോർത്തും സൗത്തും പോയിട്ട് ഒന്ന് കറങ്ങി അടിച്ച് വന്നാൽ മതി. കാര്യം ക്രൈസ്തവരുടെ വിഷയത്തിൽ ഇതേ സംഭവിക്കാൻ പോകുന്നുള്ളൂ. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ ചെയ്യുന്നതായ ദൗത്യം പൂർത്തീകരിക്കാൻ അനേകർ ഈ ഇരുട്ടിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ തീർച്ചയായിട്ടും സത്യം സ്നേഹത്തിൽ സംസാരിച്ചേ മതിയാവൂ. 1-2 പേർ അസ്വസ്ഥരാകുന്നെങ്കിലും ബാക്കി 99 പേര് പഠിക്കുന്നുണ്ട്. ധാരാളം പേര് അതിൽ നിന്ന് വിട്ടുപോരുന്നുണ്ട്, കാര്യങ്ങൾ ഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരോടുമുള്ള ഒരു സ്നേഹത്തിലുള്ള ഒരു ഉപദേശം ഇത് തന്നെയാണ്. ചെയ്യുന്ന പ്രവൃത്തികൾ സ്നേഹത്തിൽ ചെയ്യുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എല്ലാവരുടെ ഹൃദയത്തിൽ പ്രകാശം ഉണ്ടാകട്ടെ. ഓക്കെ, താങ്ക് യു ബ്രദറെ, താങ്ക് യു. അനിൽ ബ്രദർ ഫ്രീ ആണ്? അനിൽ ബ്രദർ ആ ഓക്കെ. ഞാൻ എന്താ പറയുക, അനിൽ ബ്രദർ ബിസിയാന്ന് വിചാരിച്ചിട്ടാണ് വിളിക്കാൻ. അനിൽ ബ്രദർ സംസാരിച്ചു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഞാൻ ഈ ചർച്ചയ്ക്ക് മുമ്പ് മനോജ് ബ്രദറിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് കാര്യങ്ങൾ എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചറിയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിപ്പോൾ പെട്ടെന്നത്തെ ഒരു സംഭവമല്ലേ, ഇത് ചില മാസങ്ങൾക്ക് മുമ്പേ നടന്ന ഒരു വിഷയമാണ്. ഇദ്ദേഹം KSRTCയിലെ ജോലിക്കാരനാണല്ലോ. അപ്പോൾ അവരുടെ ജോലിക്കാരൊക്കെ ഉള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ചിലർ വന്നിട്ട് ഈ വാരിയംകുന്നനെ അങ്ങ് ഭയങ്കരമായിട്ട് വെള്ളം പൂശാൻ നോക്കി. വാരിയംകുന്നൻ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, മതേതരവാദിയാണ്, മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? തെളിവുകൾ സഹിതം, തെളിവെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹമായിട്ട് ഇതാക്കിയതൊന്നുമല്ല, നമ്മൾ ഇട്ടിരിക്കുന്ന പല പോസ്റ്റുകളും ഒക്കെ റെഫറൻസ് ചെയ്തുമുള്ള സാധനം, അതിൽ നിന്നെല്ലാം റെഫറൻസ് അടക്കം ഇതെല്ലാം കോപ്പി ചെയ്ത് അവിടെ ഇട്ടിട്ടും സംസാരിച്ചുകൊണ്ടുമൊക്കെ ഈ പറയുന്നതിൽ കഥയില്ല, വാരിയംകുന്നനൊക്കെ പക്ക ജിഹാദി തന്നെയായിരുന്നു എന്നുള്ളത് തെളിയിക്കുകയുണ്ടായി.
അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ഗ്രൂപ്പിനകത്ത് അതുവരേക്കും അവർക്ക് ഭയങ്കര മേൽക്കൈയായിരുന്നു. അവർ വലിയ കാര്യത്തിലൊക്കെ ഇതൊക്കെ പറഞ്ഞ് വലിയ സംഭവമായിട്ട് കൊണ്ടുനടന്നതാണ്. നമ്മുടെ ആൾക്കാർ ആളി എന്ന് കഴിഞ്ഞപ്പോൾ അത് പൊളിച്ചു കളഞ്ഞു. മനോജ് ബ്രദറിനെ പൊളിച്ചു കളഞ്ഞത്. പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവിടുത്തെ ആ ഗ്രൂപ്പിൻ്റെ അഡ്മിനൊക്കെ സ്വാധീനിച്ചിട്ട് മനോജ് ബ്രദറിനെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയൊക്കെ ചെയ്തു. അപ്പോൾ അന്ന് മുതലേ ഇവർ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇദ്ദേഹത്തെ. അത് കഴിഞ്ഞ് പിന്നെ ഇദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാം അദ്ദേഹം അധികം എഴുതുകയൊന്നും ചെയ്തിട്ടില്ല. മറിച്ച് കൃത്യമായ റെഫറൻസുകൾ സഹിതം മറ്റുള്ളവർ എഴുതിയിരിക്കുന്നത് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് അങ്ങനെ പോസ്റ്റ് ചെയ്തതിൻ്റെ പേരിലും കൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തെ ആക്രമിച്ചത്. പിന്നെ അദ്ദേഹം PC ജോർജിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും ആ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറായി ഇടുകയൊക്കെ ചെയ്തു. അപ്പോൾ അതും ഇവർക്കൊരു പ്രശ്നമാണ്. ഇങ്ങനെ പല കാരണങ്ങളും ഉണ്ട്. ഇത് ഇവരുടെ ഒരു പുതിയ യുദ്ധതന്ത്രമാണ് വാസ്തവത്തിൽ. അതായത് ഈ ഇസ്ലാമിനെ തുറന്നു കാണിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരിൽ മുൻനിരയിൽ നിൽക്കുന്ന ആൾക്കാരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ വിവാദമാവും, ഉറപ്പാണ്, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. മാത്രമല്ല ഇത് ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയപ്പോൾ അന്വേഷിക്കാൻ NIA വന്നതുപോലെ ആയിരിക്കും. ഇപ്പോൾ ഇങ്ങനെ വല്ല ഈ മുൻനിരയിൽ നിൽക്കുന്ന ആളുകളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കേന്ദ്രത്തിൽ നിന്ന് NIA വരും. അപ്പോൾ അതറിയാവുന്നത് കൊണ്ട് ഇവർ പുതിയൊരു യുദ്ധതന്ത്രം പുറത്തെടുത്തിരിക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നാം നിരയിൽ നിൽക്കുന്ന ആളുകളെയൊക്കെ ഒഴിവാക്കിയിട്ട് അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലാത്ത എന്നാൽ ആക്റ്റീവായി നിൽക്കുന്ന ക്രിസ്ത്യാനികളെ ഉണ്ടല്ലോ അവരെ ആക്രമിച്ച് നിശബ്ദരാക്കുക, അവരെ ഭയപ്പെടുത്തി ഇത് മിണ്ടാതാക്കുക, അല്ലെങ്കിൽ അവർക്കെതിരെ കേസുകൾ കൊടുക്കുക. ഇതാണ് തിരുവല്ലയിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്, നമുക്കറിയാം. ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഷെയർ ചെയ്ത ഒരു സഹോദരനെതിരെ ഇവർ പോലീസിൽ പരാതി കൊടുപ്പിച്ചു. എന്നിട്ട് ഈ പോലീസ് ഇദ്ദേഹത്തെ വിളിച്ച് അന്വേഷിക്കുന്നു. ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇവരെല്ലാം ആൾക്കാരെയൊക്കെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. ഇദ്ദേഹം സ്റ്റേഷനകത്തേക്ക് കയറിയെന്ന് കണ്ടതോ ഇവന്മാർ പെട്ടെന്ന് അവിടെ ആ പോലീസ് സ്റ്റേഷൻ വളയുന്നു. കുറേ ആളുകൾ അവർ അവിടെ തിരുവല്ല നഗരത്തെ സ്തംഭിപ്പിക്കുന്ന വിധത്തിൽ പ്രകടനം നടത്തുന്നു. ആകെ പ്രശ്നമാണ്. അപ്പോൾ അതൊന്നു കഴിഞ്ഞപ്പോൾ പോലീസുകാർ പിന്നെ ഇദ്ദേഹത്തെ പുറത്തിറക്കുകയില്ല. പുറത്തിറക്കി കഴിഞ്ഞ് ഇവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ നമുക്ക് അറിയാമല്ലോ, ഇപ്പോൾ പാകിസ്ഥാനിൽ എന്തുണ്ടായിരുന്നു, ജനക്കൂട്ടത്തിൻ്റെ കയ്യിൽ ശ്രീലങ്കൻ മാനേജറെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരെന്താ ചെയ്തത്. അപ്പോൾ അതേപോലെ എന്തെങ്കിലും ചെയ്യുമോ, ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള ഭയം അത് പോലീസുകാരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഭയം ഉണ്ടാക്കിയെടുത്തിട്ട് പുറത്തു വിടുകയില്ല. പകരം ഇത് ചെയ്യും, റിമാൻഡ് ചെയ്യിപ്പിക്കും, കോടതിയിൽ ഹാജരാക്കിയിട്ട് റിമാൻഡ് ചെയ്യിപ്പിക്കും. പിന്നെ കുറച്ച് ദിവസം ജയിലിലേക്ക് എടുക്കും. അതോടെ ആ കേസ് അവർ വിടും. അവർക്കറിയാം ഈ കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർ നാണം കെടുകയുള്ളൂ. കോടതിക്കകത്ത് മുഹമ്മദിൻ്റെയൊക്കെ ലീലാവിലാസങ്ങൾ വെളിപ്പെടുന്ന അറിയാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ കേസിൻ്റെ പുറകെ അവർ പോകുന്നുമില്ല. അവരെ സംബന്ധിച്ച് കുറച്ച് സമയം ജയിലിലിടണം. ജയിലിലിട്ട് കഴിയുമ്പോൾ ആ അയൽവക്കത്തുള്ള ആളുകൾക്കൊക്കെ ഒരു ഭയം ഉണ്ടാവും, ഇസ്ലാമിനെതിരെ എന്തെങ്കിലും സംസാരിക്കാൻ പേടിയുണ്ടാവും. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പരിചിത വലയത്തിലുള്ള ആളുകൾ, ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ ഇദ്ദേഹത്തെ സമ്മർദ്ദം ചെലുത്തും. നീ ഇനി വേണ്ടാത്ത പ്രശ്നത്തിന് പോകണ്ട, അങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടരുന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആക്റ്റീവായിട്ട് ക്രൈസ്തവരോടൊപ്പം നിന്ന ഒരാൾ ഇവരെ തുറന്ന് കാണിക്കുന്നതിൽ ഇപ്പോൾ നമ്മൾ പോസ്റ്റ് എഴുതിയിട്ട് എത്ര പേര് കാണുന്നത്, ഇത് ഷെയറിങ്ങിലൂടെയാണല്ലോ കുറേ ആളുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഷെയറിങ്ങിലൂടെ പലരുടെയും ഫാമിലി ഗ്രൂപ്പുകളിൽ അവരുടെ ജോലി സ്ഥലത്തുള്ള ഇടങ്ങളിൽ അങ്ങനെയൊക്കെ എത്തിക്കുന്ന ഈ സംവിധാനങ്ങൾ ഇല്ലാതാക്കുക. അതായത് നമ്മളൊരു ഫേസ്ബുക്കിൽ നമ്മളൊരു പോസ്റ്റ് ഇടുകയാണെങ്കിൽ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ നമ്മുടെ സ്ഥിരം വായനക്കാർ മാത്രം കാണത്തക്ക നിലയില്ല. അവരെന്തായാലും ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞവരാണ്. അപ്പോൾ അത് ഇവർക്ക് വിഷയമല്ല, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതറിഞ്ഞ ആളുകൾ അവരിനി കൂടുതൽ അറിയുന്നതേ ഉള്ളൂ. എന്നാൽ ഇസ്ലാമിൻ്റെ ഈ വികൃത മുഖം അല്ലെങ്കിൽ ആ യഥാർത്ഥ മുഖം അറിയാത്ത ആയിരങ്ങളൊന്നുമല്ല, കോടികളുണ്ട് പുറത്ത്. അപ്പോൾ അവരുടെ ഉള്ളിലേക്ക് ഇത് എത്തരുത്. അവരുടെ ഉള്ളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഇവരൊക്കെ ചെയ്യുന്ന ഷെയറിങ് വഴിയാണല്ലോ. അപ്പോൾ ആ അങ്ങനെ ഷെയർ ചെയ്യുന്നവരെ ആക്രമിച്ച് നിശബ്ദരാക്കുക, ഭയപ്പെടുത്തി ഇനി ഇങ്ങനെയുള്ള പൊല്ലാപ്പിന് പോകണ്ട എന്ന് വെച്ച് ഓരോരുത്തരെ നിശബ്ദരാക്കുക. ഈ പുതിയ യുദ്ധതന്ത്രമാണ് ഇവരെടുത്തിരിക്കുന്നത്. മുൻനിരയിൽ നിൽക്കുന്നവരെ തൊടുകയില്ല, തൊട്ട് കഴിഞ്ഞാൽ പണിയാണ്. പകരം ഇങ്ങനെയുള്ള ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളെ ഇല്ലാതാക്കുക, അവരെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തെ ആക്രമിച്ചത്, മനോജ് ബ്രദറിനെ ആക്രമിക്കുന്നത്. അദ്ദേഹം ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവർ ബസ് വളയുന്നു. ബസ് വളഞ്ഞു കഴിഞ്ഞിട്ട് നാട്ടുകാരെ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് അവരുടെ സ്ഥിരം ഡയലോഗുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്കറ്റ് അടിക്കാനാന്ന് പറയും. അയ്യോ പിക്ക് പോക്കറ്റ് അടിച്ചാണ്, ബസ്സിൽ പോക്കറ്റ് അടിച്ചാന്ന് പറയുമ്പോൾ പിന്നെ ആളുകൾ ഇടപെടുകയില്ല, പോക്കറ്റ് അടിക്കാരനല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടുകാർ പെട്ടെന്ന് ഇടപെട്ടില്ല. അപ്പോൾ പോക്കറ്റ് അടിക്കാരൻ എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തെ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായി ഇതൊരു പോക്കറ്റ് അടിക്കാരനെ കൈകാര്യം ചെയ്യുന്ന പോലെയല്ല, നീ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടലാന്നൊക്കെ ചോദിച്ചിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ നാട്ടുകാർക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ അവർ ഇടപെട്ടു. പിന്നെ മക്കൾ കിടന്ന് നിലവിളിക്കുന്നു. ആകെ ഇദ്ദേഹത്തെ വലിച്ച് പുറത്തിറക്കിയിട്ട് കൊല്ലാനാണ് ശ്രമിച്ചത്. പക്ഷെ ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയൊന്നുമില്ല, കമ്പിയിലൊക്കെ പിടിച്ച്, അതുകൊണ്ട് വലിച്ച് പുറത്തിറക്കാൻ പറ്റില്ല. പിന്നെ നാട്ടുകാർ ഇടപെടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർ ഇതിനെ കൊല്ലേണ്ടതാണ്, തൽക്കാലം ഒന്നും കൊല്ലുന്നില്ല എന്നും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അത് SDPIക്കാരാണ് അവിടെ
ആ തൊടുപുഴയിൽ തന്നെയുള്ള ഒരു അനസ് എന്നൊക്കെ പറയുന്ന ഒരുത്തനൊക്കെയാണ് അതിൻ്റെ പുറകിലുള്ളത്. കാരണം കണ്ടാൽ അറിയാവുന്ന ആളുകളാണ് ആക്രമിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഈ ഈ വിധത്തിലാണ് ഇവരിത് ഇവിടെ ചെയ്തത്. ഇതിൻ്റെ പുറകിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇവർ ഈ സത്യസരണിയുടെ ഒരു ബ്രാഞ്ച് നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഈ പൈങ്ങോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥാപിക്കുന്നുണ്ട്. പൈങ്ങോട്ടൂരിൽ ഇതിൻ്റെ ഒരു ബ്രാഞ്ച്, അതായത് തിരുവിതാംകൂറിൽ നിന്നും പിന്നെ മധ്യ കേരളത്തിൽ നിന്നുമൊക്കെ ലവ് ജിഹാദിൻ്റെ ചതിക്കുഴിയിൽ പെടുത്തി മതം മാറ്റുന്ന ആളുകളെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യാജങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ മതത്തിലില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ പറ്റിച്ച് ഈ മുഹമ്മദ് ഈസനെ പോലുള്ള ടീമുകളൊക്കെ ചെയ്യുന്ന അതാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ മതം മാറ്റുന്ന ആളുകളെ കൊണ്ട് ഇനി പൊന്നാനിക്കും കോഴിക്കോട്ടേക്കൊന്നും പോണ്ട, ഇവർക്ക് ഇവിടെ ഒരു ബ്രാഞ്ച് വേണം. അതുകൊണ്ടാണ് ഇവർ ഈ പൈങ്ങോട്ടൂരിൽ ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് സ്ഥാപിക്കാൻ നോക്കുന്നത്. അപ്പോൾ ഈ സ്ഥാപനത്തിനെതിരെ നാട്ടുകാരിൽ നിന്ന് എന്തെങ്കിലും വിധത്തിലുള്ള എതിർപ്പ് ഉണ്ടാകുമോ എന്നുള്ളൊരു ചിന്ത ഇവർക്കുണ്ട്. അതുണ്ടാകാതിരിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണിത്. കാരണം കേവലം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തതിൻ്റെ പേരിൽ ഇവർ ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ ഇവരുടെ സ്ഥാപനത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളൊരു ചിന്ത ഇവിടെയുള്ള മുസ്ലിങ്ങളിൽ ഉണ്ടാക്കുക, പൈങ്ങോട്ടൂരിൽ ചുറ്റുപാടുമുള്ള മുസ്ലിങ്ങളുടെ മനസ്സിലുണ്ടാക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മിണ്ടുകയില്ല ആരും. മനസ്സിലായ? ഇതൊരു തന്ത്രമാണ്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ തന്ത്രമല്ല, ഇത് മുഹമ്മദിന്റെ കാലം മുതലേ ഉള്ള തന്ത്രമാണ്. മുഹമ്മദീയരുടെ ഈ തന്ത്രം, ഇതിന്റെ ആ തന്ത്രത്തിന്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് തന്നെയാണ്. മുഹമ്മദ് ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ചുറ്റുപാടുമുള്ള ഗോത്രങ്ങളെയൊക്കെ ആക്രമിച്ച് ഭയപ്പെടുത്തി, ഓരോരോ ഗോത്രങ്ങളെ ആക്രമിക്കും തോറും മറ്റുള്ള ഗോത്രങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടറിയുമ്പോൾ മറ്റുള്ളവരൊക്കെ ഭയന്ന് ഇതാകുകയാണ്. ആ ഭയത്തിന്റെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു ഹദീസ് വായിക്കാം. സ്വഹീഹ് ബുഖാരി അധ്യായം 7 ഹദീസ് നമ്പർ 217, CN അഹമ്മദ് മൗലവിയുടെ പരിഭാഷ എന്നാണ് ഞാൻ വായിക്കുന്നത്. ജാബിർ പറയുന്നു, തിരുമേനി അരുളി, 5 കാര്യങ്ങൾ എനിക്ക് അള്ളാഹു അനുവദിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് മുമ്പുള്ള ഒരു നബിക്കും അത് അനുവദിച്ചു കൊടുത്തിട്ടില്ല. 1 മാസം യാത്ര ചെയ്യേണ്ടത്ര ദൂരമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് പോലും എന്നെക്കുറിച്ച് ഭയം ജനിപ്പിച്ചു തന്നു. 1 മാസം ദൂരം യാത്ര ചെയ്യേണ്ട അത്രയേ ദൂരത്ത് കിടക്കുന്ന ആളുകൾ, അവരുടെ ഉള്ളിൽ പോലും എന്നെക്കുറിച്ച് ഭയം ജനിപ്പിച്ചു, അള്ളാഹു ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ വേറെ പല കാര്യങ്ങൾ അവരുടെ മതപരമായ കാര്യമാണ്. ഭൂമിയെ എനിക്ക് നമസ്കരിക്കാനുള്ള സ്ഥലമായും ശുചീകരിക്കാനുള്ള ഒരു വസ്തുവായും അള്ളാഹു അംഗീകരിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞ് ഇതായിട്ടാണ്. പിന്നെ ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന ധനം ഉപയോഗിക്കാൻ എന്നെ അനുവദിച്ചിരിക്കുന്നു, എനിക്ക് മുമ്പ് ആർക്കും അത് അനുവദിച്ചിട്ടില്ല, ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നു. പക്ഷെ ആദ്യം തന്നെ പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഏറ്റവും ആദ്യം പറയുന്നത് 5 കാര്യങ്ങൾ എനിക്ക് അള്ളാഹു അനുവദിച്ചു തന്നിട്ടുണ്ട്, എനിക്ക് മുമ്പുള്ള ഒരു നബിക്കും അത് അനുവദിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞത് 1 മാസം യാത്ര ചെയ്യേണ്ടത്ര ദൂരമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് പോലും എന്നെക്കുറിച്ച് ഭയം ജനിപ്പിച്ചു തന്നു എന്നാണ്. സ്വഹീഹ് ബുഖാരി അധ്യായം 7 ഹദീസ് നമ്പർ 217, CN അഹമ്മദ് മൗലവിയുടെ തർജ്ജമ. ഈ ഭയത്തെ മുതലെടുത്തിട്ടാണ് മുസ്ലിങ്ങൾ ആ കാലഘട്ടത്തിൽ മദീനയിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് പകർന്നൊരു ഇസ്ലാമിക സാമ്രാജ്യം തന്നെ ഉണ്ടാക്കിയെടുത്തത്. ഇത് ഇവരുടെ തന്ത്രമാണ്. ആ ഭയം ഇന്നും നമ്മുടെ നാട്ടിലും, ഇപ്പൊ കുറച്ചാൾ മുമ്പ് അത് സർക്കാർ നിരോധിച്ചു. അതുവരേക്ക് ഇവർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. റിപ്പബ്ലിക് ദിനോ അല്ലെങ്കിൽ ആഗസ്റ്റ് 15 വരുന്ന സമയത്ത് ആർമി യൂണിഫോം ധരിച്ചുകൊണ്ടുള്ള മുസ്ലിങ്ങളുടെ മാർച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവർക്ക് ശക്തിയുള്ള ഇടങ്ങളിൽ, എല്ലായിടത്തും അല്ല, ഇവരുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ മിലിറ്ററിയുടെ യൂണിഫോം ഒക്കെ ധരിച്ചുകൊണ്ട് ഇവര് ആ സൈനിക നമ്മുടെ സാധാരണഗതിയിൽ സൈനികർ ചെയ്യുന്നത് പോലെയൊക്കെയുള്ള തന്നെയുള്ള ഇതാണ് ഇവർ കാണിക്കുന്നത്. റോട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിലൊക്കെ ഇവരങ്ങ് ചെയ്യും, ആളുകൾ കാണത്തക്ക വിധത്തിൽ പബ്ലിക് ഗ്രൗണ്ടിലൊക്കെ ഇത് ചെയ്യുന്നു. അപ്പോൾ ഇതെന്തിനാണെന്നറിയാം? അവിടെയുള്ള മുസ്ലിങ്ങളുടെ മനസ്സിൽ ഭയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവർ വളരെ ശക്തരാണ്, ഇവർക്ക് സൈനിക പരിശീലനം ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ളവരാണ്, ഇവരോട് മുട്ടാൻ നിൽക്കണ്ട എന്നുള്ളൊരു ചിന്ത ഉള്ളിൽ ഉണ്ടാക്കുകയാണ്. മനസ്സിലായി? ആ മുസ്ലിങ്ങളുടെ മനസ്സിൽ ഈ മുഹമ്മദ് പറഞ്ഞ സംഗതി മറ്റുള്ളവരുടെ മനസ്സിൽ 1 മാസം ദൂരം യാത്ര ചെയ്താൽ എത്തുന്ന ഇടങ്ങളിലുള്ളവരുടെ മനസ്സിൽ പോലും എന്നെക്കുറിച്ചുള്ള ഭയം ഇട്ടെന്നു എന്ന് പറയുന്നത് ഇതെപ്പോഴും ഇത് തന്നെയാണ്. നമ്മൾ ബേസിക്കലി നോക്കിയാൽ മുസ്ലിങ്ങളെ പോലെ ഭീരുക്കൾ ലോകത്ത് വേറെ ആരും കാണുകയില്ല. കാരണം ഇവര് വളരെ കുറവുള്ളിടത്ത് ഇവരെക്കോളും സമാധാന പ്രിയരെ നിങ്ങൾക്ക് മഷിയിട്ട് നോക്കിയാൽ കാണൂല. എത്ര ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും അങ്ങേയറ്റ സമാധാനം. കാരണം ഇത് മുഹമ്മദൊക്കെ ഭീരുക്കളിലെ ഭീരുവായിരുന്നു. മക്കയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എന്തൊക്കെ ചെയ്താലും ചെയ്യാന്ന് വെച്ചാൽ ശാരീരികം ആക്രമിക്കുകയല്ല, പരിഹസിക്കുകയാണെന്ന് അവർ ചെയ്തിട്ടുള്ളത് കേട്ടോ മക്കാർ. അല്ലാണ്ട് ശാരീരികമായിട്ട് അവരൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അവർ പരിഹസിക്കുകയോ കളിയാക്കുകയോ അങ്ങനെയുള്ളതൊക്കെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ല, ഒരു കുഴപ്പമില്ല. നീ ക്ഷമിക്കുന്ന ആ സമയത്ത് അള്ളാഹുവും പറഞ്ഞുകൊണ്ടിരുന്നത്. അള്ളാഹു അതിനേക്കാളും വലിയ ഭീരുവാണ്. ക്ഷമിക്കുന്ന പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് മദീനയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ആൾക്കാരെ കൂട്ടി വീരപ്പം മോഡൽ കൊള്ള സംഘമൊക്കെ ഉണ്ടാക്കിയിട്ട് ചുറ്റുപാടുമുള്ള ഗോത്രങ്ങളെയൊക്കെ കൊള്ളയടിക്കാനും ആക്രമിക്കാനും മക്കാരുടെ കച്ചവട സംഘങ്ങളെ കൊള്ളയടിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ നിർബന്ധിച്ച ആൾക്കാരെ മതത്തിൽ കൂട്ടി, മതത്തിനകത്ത് ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതാ പിന്നെ സ്വഭാവം മാറുകയാണ്. അതുവരേക്കും ക്ഷമിക്കുക പറഞ്ഞുകൊണ്ടിരുന്ന ആൾ സ്വഭാവം മാറുകയാണ്.
പിന്നെ നിങ്ങൾക്ക് വല്ല പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾ പ്രതിരോധിച്ചോ, നിങ്ങൾ തിരിച്ചടിച്ചോ എന്നൊക്കെ പറഞ്ഞ് അവസാനം മക്കയൊക്കെ പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ പറയാണ് യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് നിർബന്ധ കൽപ്പന വന്നിരിക്കുന്നു, മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുന്നവരെ നിങ്ങൾ യുദ്ധം ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ജനസംഖ്യയുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് ഉപദേശം മാറ്റിക്കൊണ്ടിരിക്കുന്നവരാണ് ഇവര് ന്യൂനപക്ഷമായിരിക്കുന്ന സമയത്ത് ഇവർ ഭയങ്കര സമാധാനമാണ്. ഇനി ഇപ്പോഴും നിങ്ങൾ നോക്ക്, ഒന്നോ രണ്ടോ മുസ്ലിങ്ങൾ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നില്ല. വന്നു കഴിഞ്ഞാൽ എപ്പോഴും കാക്കക്കൂട്ടം പോലെ ഒരുമിച്ചേ വരുള്ളൂ. ഒറ്റയ്ക്ക് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ധൈര്യമില്ല. ഞാൻ പറഞ്ഞില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ഭീരുത്വം കിടക്കുകയാണ്. കൂട്ടം കൂടിയിട്ട് മാത്രമേ ഇത് ചെയ്യുള്ളൂ. ആ കൂട്ടം കൂടിയിട്ട് മറ്റുള്ളവരെല്ലാം മനസ്സിലൊരു ഭയം ഉണ്ടാക്കുക, ആ ഭയം മുതലെടുത്തുകൊണ്ട് പിന്നെ ഇവരുടെ തേരോട്ടം ആരംഭിക്കുക, മതം വളർത്തുക. ഇതാണ് തന്ത്രം. അപ്പൊ ഇപ്പൊ നിങ്ങൾ മിണ്ടാതിരിക്കുകയാണെന്ന് വെച്ചോ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായിരിക്കുന്ന അല്ലെങ്കിൽ നിരീശ്വരവാദികൾ ആരും ആയിക്കോട്ടെ, അമുസ്ലിങ്ങളായ ആരും ആകട്ടെ, അവരോട് ഞാൻ പറയണം, ഇപ്പൊ നിങ്ങൾ മിണ്ടാതിരുന്ന നാളെ ഇതൊക്കെ നിങ്ങൾക്കും വരും. നിങ്ങൾക്ക് ആർക്ക് സംഭവിക്കും? നിങ്ങളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ, അല്ലെങ്കിൽ ക്ലബ് ഹൗസിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നാളെ ഇത് നിങ്ങൾക്ക് സംഭവിക്കും. നിങ്ങളുടെ കൂടെയുള്ളവരെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ വീട്ടിലുള്ളവരെ, നിങ്ങളുടെ അയൽവക്കത്തുള്ളവരെയൊക്കെ ഭയപ്പെടുത്താൻ വേണ്ടി ഇത് നിങ്ങളുടെ നേരെയും വരും. ഇപ്പൊ നിങ്ങളൊരു പക്ഷെ വിചാരിക്കും, ഇതിപ്പോ ആ മനോജ് എന്ന് പറഞ്ഞ ഒരാൾക്ക് സംഭവിച്ചതല്ലേ, എനിക്കെന്ത് എന്ന് എഴുതിയിട്ട് നിങ്ങൾ മാറുകയാണെങ്കിൽ നാളെ ഇത് നിങ്ങൾക്ക് തന്നെ വരും. ഉറപ്പായിട്ടും വരും. ഈ എമുഡാപ്പികളും പിന്നെ അവർക്ക് കുട പിടിച്ച് നടക്കുന്ന കുറെ ക്രിസ്ത്യൻ നാമധാരികളും, മതം മാറിപ്പോയ അനിയന്മാർക്ക് വേണ്ടി ക്രിസ്ത്യാനികളെ ഒറ്റിക്കൊടുക്കുന്ന പാസ്റ്റർ എന്ന് പറഞ്ഞ് നടക്കുന്നവരൊക്കെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ന്യായീകരണം ചമച്ചുകൊണ്ട് വരുന്ന എനിക്കറിയാം. അത് മറന്നുകൊണ്ടെന്നല്ല ഞാനിത് പറയുന്നത്. ഈ മുസ്ലിങ്ങളാൽ ആക്രമിക്കപ്പെട്ട മനോജ് ബ്രദർ ഒരു ക്രിസംഖിയാണെന്നും ക്രിസംഖികൾ ഈ നാട്ടിലെ സമാധാനം നശിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ക്ലബ് ഹൗസിൽ റൂമുകൾ ഇടും. ഉറപ്പാണ്. കാരണം ഫണ്ടിങ് അത്ര ശക്തമാണേ, ഫണ്ടിങ് ഭയങ്കരമായിട്ട് വരുന്നത്. അപ്പോൾ പിന്നെ എമുഡാപ്പികളായാലും ഈ കൾട്ട് ക്രിസ്ത്യാനികളായാലും പിന്നെ ആട്ടിൻതോലിട്ട് നടക്കുന്ന ചെന്നായികളെ പോലെ യൂദാസിന്റെ സ്വഭാവമായിട്ട് നടക്കുന്ന ക്രിസ്ത്യാനികളായാലും ഇവരൊക്കെ ഇതിന്റെ പുറകെ പോകും. അവരെയൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അവരെയൊക്കെ വിട്. അവരെയൊക്കെ ഒഴിവാക്കിയിട്ടാണ്, ഇവരുടെ ഫണ്ടിങ്ങിലൊന്നും വീഴാതെ നട്ടിൽ നിവർത്തി നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കിയിട്ട് ഫണ്ടിങ് ഒന്നും ഇല്ലാതെ സ്വന്തം കാര്യം നോക്കി ഞാൻ നടക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ജീവിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഞാൻ പറയുന്നത്, നാളെ ഇത് നിങ്ങൾക്ക് വരും, ഉറപ്പായിട്ടും വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ സംസാരിക്കാൻ തയ്യാറാകണം. നിങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ട് ആ ധൈര്യം കണ്ട് കുറേ പേര് സംസാരിക്കാൻ തയ്യാറായി വരണം. സോഷ്യൽ മീഡിയയിലൊക്കെ ഞങ്ങൾ ഇത് തുടങ്ങുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ക്രിസ്ത്യാനികളിൽ നിന്നായാലും മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ മതേതരത്വം പറഞ്ഞു നടക്കുന്ന ഹിന്ദുക്കളൊക്കെ ഞങ്ങളെ വർഗീയവാദികൾ എന്നൊക്കെ ചാപ്പ് കുത്തിയപ്പോൾ ഞങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് അന്ന് സംസാരിച്ചു 10 കൊല്ലം മുമ്പൊക്കെ. ഇപ്പൊ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്തുണ്ടായിന്ന് കാണുന്നുണ്ടല്ലോ നിങ്ങൾ. എത്ര പേരാണെന്ന് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ അതേപോലെ ഉണ്ടാകണമെങ്കിൽ കുറച്ചു പേരെങ്കിലും മുൻപിൽ നിന്നുകൊണ്ട്, ധൈര്യത്തോടെ നിന്നുകൊണ്ട് മാതൃക കാണിച്ചു കൊടുക്കണം. നമ്മുടെ മുമ്പാകെ 1921 മലബാർ ജിഹാദ് ഉണ്ട്. അന്നെന്താണ് സംഭവിച്ചത് എന്നുള്ളതിന്റെ ചരിത്രരേഖകൾ നമ്മുടെ മുമ്പാകെ ഉണ്ട്. അന്ന് തെക്കേ മലബാറിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൊല്ലപ്പെടുകയുണ്ടായി. പല ക്രിസ്ത്യാനികളുടെയും വിചാരം അന്ന് അവിടെ ഹിന്ദുക്കൾ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്നാണ്. അല്ല, ഹിന്ദുക്കളെ മാത്രമല്ല ക്രിസ്ത്യാനികളും. കാരണം ഈ ഹിന്ദുക്കളെക്കാൾ ക്രിസ്ത്യാനികളോട് വിരോധമുള്ള പുസ്തകമാണ് ഈ ഖുർആൻ ഹദീസുകൾ എന്ന് പറയുന്നത്. അതിശക്തമായിട്ടുള്ള ക്രൈസ്തവ വിരോധം കൃത്യമായി ക്രിസ്ത്യാനികൾ എന്ന് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അതേസമയം ഹിന്ദു എന്നുള്ള വാക്ക് കാണില്ല അവിടെ. പിന്നെ വ്യാഖ്യാനിച്ചു വരണം. കാരണം ബഹുദൈവ വിശ്വാസികൾ എന്ന് പറയുന്ന വേറൊരു കൂട്ടരെ പറ്റി പറയുന്നുണ്ട്, അത് ഹിന്ദുക്കൾക്ക് അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ. എന്നാൽ മറ്റേത് അങ്ങനെയല്ല, കൃത്യമായിട്ട് ക്രിസ്ത്യാനികൾ എന്ന് തന്നെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള വർഗീയ വിഷം വമിപ്പിക്കുന്ന പുസ്തകമാണത്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യാനികൾ രക്ഷപ്പെടുമെന്നൊന്നും വിചാരിക്കൊന്നും വേണ്ട. മലബാർ കലാപത്തിലും അതുണ്ടായിട്ടുണ്ട്. കെ മാധവൻ നായർ എഴുതിയ മലബാർ കലാപം എന്ന പുസ്തകത്തിനകത്ത് തിരുനാവായിക്കടുത്തുള്ള കൊടയ്ക്കൽ എന്ന സ്ഥലത്ത്, ആ പ്രദേശത്തെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായിരുന്നു അത്. അവിടെ കൂടുതൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. ആ ക്രിസ്ത്യാനികളോട് മലബാർ ജിഹാദികൾ ചെയ്തത് എന്താണെന്നുള്ള കാര്യം വിവരിക്കുന്നുണ്ട് 211 പേജിൽ. ഞാൻ വായിക്കാതെ. അവിടെ നിന്ന് അവർ കൊടയ്ക്കലേക്ക് യാത്രയായി. അവർ എന്ന് പറയുന്നത് ഈ മലബാർ ജിഹാദികളാണ്. അവിടെ നിന്ന് അവർ കൊടയ്ക്കലേക്ക് യാത്രയായി. കൊടയ്ക്കലെത്തി സുകുമാരൻ എന്നൊരു ചായ ഷോപ്പുകാരന്റെ പീടികയിൽ കയറി. അയാളുടെ കോലായിൽ ജേക്കബ് എന്നും ഐസക് എന്നും 2 ക്രിസ്ത്യാനികൾ കിടന്നിരുന്നു. അവരെ 2 പേരെയും മാപ്പിളമാര് കൊന്നു. അതിനുശേഷം യേശുമിത്രൻ എന്നൊരു സ്കൂൾ മാസ്റ്ററെയും അയാളുടെ 5 മക്കളെയും ഇവർ വെട്ടിമുറിയാക്കി. അതിൽ യേശുമിത്രൻ മരിച്ചു. പിന്നെ അവർ വേറെ വളരെ വീടുകൾ വളഞ്ഞു. അതിലുള്ളവരെ എല്ലാം പുറത്തേക്ക് ഓടിച്ചു. സാമാനങ്ങളെല്ലാം കൊള്ള ചെയ്തു കൊണ്ടുപോയി. അവസാനം തിരൂരിൽ നിന്ന് പട്ടാളം വരുമെന്ന് ഭയപ്പെട്ട് അവർ അവിടം വിട്ട് പോയി കളഞ്ഞു. മാപ്പിളമാരുടെ ഈ ആക്രമണം ക്രിസ്ത്യാനികൾക്ക് എന്തെന്നില്ലാത്ത ഭയവും പരിഭ്രമവും ഉണ്ടാക്കി. അവരെല്ലാം പല വഴിക്ക് ഓടിപ്പോയി. ചിലർ കോഴിക്കോട്ടേക്കും ചിലർ പാലക്കാട്ടേക്കും പോയി രക്ഷപ്രാപിച്ചു. വളരെ സുഭിക്ഷമായിരുന്ന കൊടയ്ക്കൽ പ്രദേശം ഒരു മരുഭൂമി പോലെ നിർജ്ജീവമായി തീർന്നു. കെ മാധവൻ നായർ മലബാർ കലാപം പേജ് 211. വളരെ സുഭിക്ഷമായിരുന്ന ആ പ്രദേശം മരുഭൂമി പോലെ നിർജ്ജീവമായി തീർന്നു എന്നാണ് മാധവൻ നായർ എഴുതിയിരിക്കുന്നത്.
അപ്പോൾ ഇപ്പം നിങ്ങൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ, മനോജ് ബ്രദറിന് പിന്തുണ കൊടുക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി അങ്ങ് ജീവിക്കുകയാണെങ്കിൽ, നാളെ ആലുവയിലും പെരുമ്പാവൂരിലും മൂവാറ്റുപുഴയിലും ഈരാറ്റുപേട്ടയിലും കാഞ്ഞിരപ്പള്ളിയിലും ഒക്കെയുള്ള ക്രിസ്ത്യാനികൾക്ക് സംഭവിക്കാൻ പോകുന്നത് കൊടക്കൽ പ്രദേശത്തെ ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചത് തന്നെയായിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായിട്ടായിരിക്കും. അത് നിങ്ങൾ മറക്കൊന്നും വേണ്ട. ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാത്തവർ വിഡ്ഢികളും ഭ്രാന്തന്മാരും മാത്രമാണെന്നുള്ളത് മറക്കരുത്, നിങ്ങൾ ഓർത്തിരുന്നോളണം എപ്പോഴും. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ഒരു മനോജിനെ ഇല്ലാതാക്കാമെന്ന് മുസ്ലിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരം 8 മടക്കി പോക്കറ്റിൽ വെക്കുന്നതാണ് നല്ലതെന്ന് അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മൾ അവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കണോ ആക്രമിക്കണോ എന്നല്ല ഞാൻ പറയുന്നത്. കൂടുതൽ ശക്തമായിട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. മുഹമ്മദിനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും ഖുറാനിലും ഹദീസുകളിലുമുള്ള വിഷയങ്ങൾ കൃത്യമായ റെഫറൻസ് സഹിതം ആരെങ്കിലും പോസ്റ്റ് ചെയ്തത് കണ്ടാൽ അത്തരം പോസ്റ്റുകൾ നിങ്ങൾ ഷെയർ ചെയ്യണം, എല്ലാവരും ഷെയർ ചെയ്യണം. നിങ്ങൾ അംഗങ്ങളായിരിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അള്ളാഹുവിനെയും മുഹമ്മദിനെയും ഖുറാനും ഒക്കെ ആരെങ്കിലും വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടാൽ അവരോട് ചോദ്യങ്ങൾ ചോദിക്കണം. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരവില്ലാതെയാകും. പലപ്പോഴും ഇത് ഭയപ്പെട്ട് മിണ്ടാതിരിക്കുകയാണ് ആളുകൾ. ഇത് ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ വിഷമാവും, പ്രശ്നമാവുന്ന രീതി ഇതാക്കണം. നിങ്ങളുടെ ഈ ഭയം മുതലെടുത്തുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യാണ് ഈ ഇസ്ലാമിനെ മുഹമ്മദിനെ അള്ളാഹുവിനെ ഒക്കെ പൊതുസമൂഹത്തിന് മുമ്പിൽ പെയിന്റ് അടിച്ച് വെളുപ്പിച്ച് ഇത് വലിയ സംഭവമാണെന്ന് കാണിക്കുന്നത്. അങ്ങനെ അനുവദിക്കരുത്, ഇനിയെങ്കിലും അത് അനുവദിക്കരുത്. ചോദ്യങ്ങൾ ചോദിക്കണം. നിങ്ങൾ എതിർക്കാനൊന്നും നിൽക്കണ്ട. നിങ്ങൾ പറയാ നിങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ മുഹമ്മദിനെ കുറിച്ച്, പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ഇന്നതാണ് നിങ്ങളുടെ പുസ്തകത്തിലുള്ളതാണ്, നിങ്ങളുടെ പ്രമാണത്തിലുള്ളതാണ്, ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ഇതെന്താണ് സംഭവം, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോൾ അവരെന്തായാലും ന്യായീകരിക്കും, എനിക്ക് ഉറപ്പാണ്. അവർ വെളുപ്പിക്കാൻ നോക്കും. വെളുപ്പിക്കാൻ നോക്കുമ്പോൾ വേറെ ഒരു സാധനം കൊണ്ടിട്ട് ചോദിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇതെങ്ങനെ ശരിയാകും? അത് വെളുപ്പിക്കാൻ പോകുമ്പോൾ അടുത്തത് ഇങ്ങനെ 2-3 ഹദീസുകളോ അല്ലെങ്കിൽ ആയത്തുകളോ കൊണ്ടിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരിട്ടിട്ട് പോകും. പിശാചിനോട് എതിർത്ത് നിൽപ്പിന്, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്നല്ലേ ബൈബിൾ പറയുന്നത്. അതുപോലെ തന്നെ സംഭവിക്കും. ഇവർ ഓടിപ്പോകും. പിന്നെ അവിടെ നിൽക്കുക. എല്ലാവർക്കും മനസ്സിലായി ഇവിടെ നമുക്ക് വെളുപ്പിക്കാൻ പറ്റുകയില്ല, ഇസ്ലാമിനെ അറിയാവുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്. അവരടുത്ത സ്ഥലം തേടി പോകും. അപ്പൊ അവിടെ വേറെ ആരെങ്കിലും ഇതേപോലെ ചോദ്യങ്ങൾ ചോദിക്കാണ്ടെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോകും. ഇതേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. അല്ലാതെ നിങ്ങൾ ഭയന്നിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കുകയാണെന്ന് വെച്ചോ, നാളെ പിന്നെ കാര്യം പോയി, നിങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഇപ്പോഴേ പ്രതികരിക്കണം. മനസ്സിലായി? ശാരീരികമായിട്ട് ആക്രമിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ആശയതലത്തിൽ മാത്രമേ നമുക്ക് ഇവരെ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ. ശാരീരികമായിട്ട് ഇപ്പോൾ ഇവർ എത്ര പേരെ കൊന്നെന്ന് പറഞ്ഞാലും പുസ്തകമുള്ള കാലത്തോളം ആ പുസ്തകം വായിച്ചിട്ട് അടുത്തവൻ വന്നുകൊണ്ടേയിരിക്കും. അതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഐഡിയോളജിയാണ് നമ്മൾ എതിർക്കേണ്ടത്, ഇല്ലാതാക്കേണ്ടത്, വ്യക്തികളെയല്ല. അപ്പോൾ ആ ഐഡിയോളജിയുടെ പൊള്ളത്തരങ്ങൾ നമ്മൾ തുറന്നു കാണിച്ചാൽ അതിനെ ഫോളോ ചെയ്യാനുള്ള വ്യക്തികളുടെ എണ്ണത്തിൽ കുറവുണ്ടാവും. അവർക്ക് തന്നെ നാണക്കേട് തോന്നും. ഇപ്പം അക്ബർ പറഞ്ഞില്ലേ, അപകർഷത തോന്നും. മുസ്ലിം ചെറുപ്പക്കാർക്ക് നബിയെക്കുറിച്ച് അപകർഷത തോന്നുന്നു. ഒരു കാലത്ത് എൻ്റെ ചങ്കിന്റെ ചങ്കാണ്, കരളിന്റെ കരളാണ്, മുത്തു നബിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പിള്ളേർക്കേ ഇപ്പൊ അപകർഷത തോന്നുന്നു മുഹമ്മദിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേൾക്കുമ്പോൾ അപകർഷത തോന്നുകയാണ്. ആ അപകർഷത നമ്മളായിട്ട് ഉണ്ടാക്കി വെറുതെ ഇതാക്കിയെടുത്തതല്ല. അവരുടെ പുസ്തകത്തിൽ ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നു എന്ന് അവരെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തതിന്റെ അനന്തരഫലമാണത്. അവർക്കിതൊന്നും അറിയില്ല. ഇതൊക്കെ അറബിയിൽ എഴുതി വെച്ചിരിക്കല്ലേ. ഉസ്താദുമാർ പറയില്ല. ഉസ്താദുമാർ പറഞ്ഞത് മുഹമ്മദ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നാ. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങ് അടിച്ചു വിടുകയാണ്. പാട്ട് രൂപത്തിൽ ഇങ്ങനെ കഥാപ്രസംഗമായിട്ട് അങ്ങോട്ട് പറയും. ഇത് കേട്ടിട്ട് ഇവരൊക്കെ വലിയ കാര്യമായിട്ട് വിചാരിക്കും. പക്ഷെ പ്രമാണം എടുത്തിട്ട് നമ്മൾ പറയണത് നിങ്ങളുടെ മുഹമ്മദ് ഇങ്ങനെ ചെയ്ത ആളാണ്, നിങ്ങളുടെ മുഹമ്മദ് ഇങ്ങനെ ഓരോന്നോരോന്ന് എണ്ണി പറയുമ്പോൾ അപ്പോൾ അവർക്ക് നാണക്കേട് തോന്നും. അപ്പൊ പിന്നെ ഫോളോ ചെയ്യാൻ ആളില്ലാണ്ട് വരും. അങ്ങനെ മാത്രമേ നമുക്ക് ഇതിനെ അതിജീവിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പം മിണ്ടാതിരുന്നാൽ നാളെ പോക്കാണ് കാര്യം. അത് മനസ്സിലാക്കി ഇതൊരു ജീവൻ മരണ പോരാട്ടമാണെന്ന് മനസ്സിലാക്കി, ഇത് അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് മനസ്സിലാക്കി മനോജ് ബ്രദറിന് എല്ലാവിധമായ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ പിന്തുണച്ചുകൊണ്ട് തന്നെ ഈ പോരാട്ടത്തിൽ നമ്മൾ ഇനി കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ ദൈവം അതിന് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഓക്കെ, താങ്ക് യു അനിൽ ബ്രദറെ. എന്തുകൊണ്ടാണ് ഈ ഇസ്ലാമിസ്റ്റുകൾ ഇങ്ങനെ ചെയ്യുന്നതെന്നും ചരിത്രപരമായ രേഖകളും അവരുടെ ഹദീസുകളും അവരുടെ പ്രമാണിക രേഖകളെല്ലാം വെച്ച് വിശദീകരിച്ച് അനിൽ ബ്രദറിൻ്റെ ഇപ്പോഴത്തെ അവതരണം വളരെ അനുഗ്രഹപ്രദമായിരുന്നു. അത് എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. അനിൽ ബ്രദർ പറഞ്ഞൊരു പ്രത്യേക ഒരു കാര്യമുണ്ട്. ഉള്ള ചർച്ചകൾ നടക്കുമ്പോൾ മതേതരത്വവാദികൾ ചാടി വരും. അങ്ങനെയൊന്നും പറയരുത്, നമുക്ക് സ്നേഹം വേണം. ഈ മതേതരത്വവാദികൾ രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കും 3 നേരം മതേതരത്വം പുഴുങ്ങി തിന്നുന്ന ഇവരുടെ വീട്ടിലും ഇതേ അനുഭവങ്ങളാണ് വരുവാനിരിക്കുന്നത്. അന്ന് ആ സമയത്ത് അവരെന്തു പറയും? അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു പുതിയ ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്. അനിയന്മാരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട്
ലോറൻസ് യോഹന്നാൻ അനിയന്മാരായ ഈസേനെയും യഹിയേനെയും വെളുപ്പിക്കാനും അവരുടെ പ്രമാണത്തെയും അവരുടെ ഐഡിയോളജിയും വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ലോറൻസ് യോഹന്നാൻ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ചാരപ്രവൃത്തി നടത്തി ക്രിസ്ത്യാനികളെ ചതിക്കാനും വഞ്ചിക്കാനും ഇറങ്ങി വന്നിട്ടുണ്ട്. താഴെ ഇരിക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾക്ക് ശ്രദ്ധിക്കണം. ലോറൻസ് യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തി ക്രിസ്ത്യൻ ലോറൻസ് എന്ന് പറഞ്ഞ പേരിലാണ് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത്. ഇത് അടുത്ത ദിവസങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയിടും. ഇപ്പോൾ ഈ മനോജ് ബദറിനെ ആക്രമിച്ച വിഷയത്തെ വേണമെങ്കിൽ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം അതിന് ഇപ്പം തന്നെ ചർച്ചയിടാനുള്ള സാധ്യതകളുണ്ട്. കാരണം അദ്ദേഹത്തിന് മേൽ വസിക്കുന്നത് ഏത് സ്പിരിറ്റാണെന്ന് പൊതുജനത്തിന് നമുക്ക് പബ്ലിക്കിന് മനസ്സിലായിരിക്കുന്ന കാര്യമാണ്. ഇവിടെ കേരളത്തെ നശിപ്പിച്ച് ഇവിടുത്തെ സമാധാനവും സന്തോഷവും ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ഇങ്ങനെയുള്ള തീവ്രവാദികൾക്കെതിരെ പൊതുസമൂഹം ഉണരേണ്ട കാലമാണ്. ദയവ് ചെയ്ത് സഹോദരങ്ങളെ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഇപ്പോൾ അനിൽ ബദർ പറഞ്ഞില്ലേ, വാട്സപ്പിനകത്ത് ചർച്ച വരികയാണോ ഇവരുടെ പ്രവാചകൻ അങ്ങനെയാണ് ഇതാണ് അങ്ങനെയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്പം തന്നെ അവൻ്റെ ഗ്യാസ് പോകും. അതുപോലെ തന്നെ ഇപ്പോൾ വാര്യംകുന്നനെ വെളുപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ വാര്യംകുന്നൻ ആരാണെന്ന് ഇവിടുത്തെ ബ്രഹ്മദത്തൻ നമ്പൂരിപ്പാടിൻ്റെ പുസ്തകം വായിക്കുക, കെ മാധവൻ നായരുടെ പുസ്തകം വായിക്കുക, പിന്നെ വേറൊരു പുസ്തകം കൂടെ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഞാൻ അതിൻ്റെ 3 പുസ്തകങ്ങൾ അതിനെ സംബന്ധിച്ചുണ്ട്. അതിനകത്ത് ബ്രഹ്മദത്തൻ നമ്പൂരിപ്പാടിൻ്റെ പുസ്തകം ലൈവാണ്, അവിടെ നടക്കുന്നതിന് അന്നത്തെ കാലത്ത് എഴുതിയ പുസ്തകമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പച്ചയായിട്ടിരിക്കുമ്പോൾ ഇവിടെ വന്ന് കുറച്ച് സിനിമാക്കാരും കുറച്ച് എന്താ പറയുന്നത് മതേതരത്വവാദികളെല്ലാം കൂടി വന്നിട്ട് ഇങ്ങനെയുള്ളവരെ വെളുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ കൂടെ ജീവനോടെ പറയണം. കാരണം അന്നവിടെ നടത്തിയ വംശഹത്യ, കൂട്ടക്കൊല, അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ചരിത്രപരമായ രേഖകൾ വെച്ച് നിങ്ങളും സംസാരിക്കണമെന്നാണ് ഞങ്ങളുടെയും അഭിപ്രായം. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ, അനിൽ ബദറിനെ ദൈവം സഹായിക്കട്ടെ. നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.